परमेश्वर की अति पवित्र नाम को इस शाम के इस वक्त में धन्यवाद देते हैं। ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നാം ക്രമീകരിച്ച നമ്മുടെ ആനുവൽ കൺവെൻഷന്റെ രണ്ടാം ദിനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. परमेश्वर पर पूरा भरोसा रखते हुए, आशा रखते हुए, प्रार्थना करके उनके योजना के अनुसार ये जो एनुअल मीटिंग हमने रखा था उसके दूसरे दिन में प्रभु ने हम सबको लेकर आया है। കഴിഞ്ഞ രാത്രിയിൽ നടന്ന മീറ്റിംഗ് വളരെ ബ്ലെസ്സിംഗ് ആകുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന കർത്തദാസന്മാർ എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ नामത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. कल रात का, कल शाम का जो मीटिंग है बहुत अनुग्रह के साथ में प्रभु ने चलाया वचन के द्वारा। हालेलुया, प्रभु हम सबसे बातें का प्रभु को धन्यवाद। और आज का भी मीटिंग को पूरी तरह से प्रभु के हाथों में सौंपेंगे। आज भी वचन से हम सभी से प्रभु बातें करने के लिए प्रभु के हाथ में सौंपेंगे। जितने भी लोग आए हैं सारे प्रभु के दास लोग, सारे दास लोग को प्रभु यीशु मसीह के नाम से हम वंदन करते हैं, प्रणाम करते हैं। ഇന്ന് രാത്രി നമ്മുടെ ഈ മീറ്റിംഗ് വളരെ ബ്ലെസ്സിംഗ് ആകുവാൻ വേണ്ടി പാസ്റ്റർ ജോർജ് ചാക്കോ പനവിൽ നിന്ന് അദ്ദേഹം ഇന്ന് രാത്രി നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ ആഗ്രഹത്തോടുകൂടെ കർത്താവിന്റെ പാദത്തിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ജോർജ് ചാക്കോ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ നമ്മുടെ ആനുവൽ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ച് ആരംഭിക്കും. और आज का इस दूसरा दिन का मीटिंग के लिए भी प्रार्थना करके हालेलुया आशीष करने के लिए पनवेल से परमेश्वर के दास जॉर्ज जाको पास्टर जी हमारे बीच में है। हम चाहते हैं कि उनका पे देना चाहता हूँ ताकि ये दूसरा दिन में इस मीटिंग को शुरुआत करने के लिए शुरुआत का प्रार्थना करके वो आगे में सहायता करें। आगे का समय उनके हाथों में देना चाहता हूँ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, കൺവെൻഷൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, കൃപയിൽ ആശ്രയിച്ച് കർത്താവെ ഞങ്ങളാരും അതേ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ചതായ കൺവെൻഷൻ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് കടന്നു വരുവാനിടയാക്കിയല്ലോ. കഴിഞ്ഞ കർത്താവെ, അതേ കർത്താവ് ദിവസവും അതേ ശ്രേഷ്ഠമായ അതേ കർത്താവ് ദാസനിൽ കൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കേൾക്കപ്പെട്ടതായി നല്ല കർത്താവ് അതിനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് ഓൺലൈനായിട്ട് കർത്താവ് കടന്നു വന്ന് കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനും മുഹത്വപ്പെടുത്തുവാൻ തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, അമ്മേൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ അത്ഭുതമായ ദൈവം നടത്തി. പ്രത്യേകാൽ കർത്താവെ, ലോക്ക്ഡൌണിന്റെ കാലത്ത് ഇത്രത്തോളം ഞങ്ങൾ എല്ലാവരെയും കർത്താവ് പരിപാലിച്ചല്ലോ. അനേക കാര്യങ്ങൾ കർത്താവെ ലോകത്തിൽ നിന്ന് അതേ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേക കർത്താവ് രോഗികളായി ഓരോ ദിവസവും അതായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ ദൂരമായി ദുശകരമായി കർത്താവ് അതാത് സ്ഥാനങ്ങളിൽ പരിപാലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഭക്തന്മാർ ആഗ്രഹിച്ച് കർത്താവ് ആരംഭിച്ചതായ ഈ അതേ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ എത്രത്തോളം അവിടുന്ന് സഹായിച്ചല്ലോ. അനേക കർത്താവ് എല്ലാ ഇടങ്ങളിൽ നിന്ന് കർത്താവെ കടന്നു വന്ന് ഇന്ന് രാത്രിയിൽ കർത്താവെ ഈ ഓൺലൈനിൽ കൂടെ ആയിരിക്കുന്ന അത് കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ദാസന്മാരെയും കുടുംബങ്ങളെയും ദാസിമാരെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും തീരുമാനത്തിനും കർത്താവ് അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേക വിദേശങ്ങളിലായിരിക്കുന്ന ശ്രേഷ്ഠദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കർത്താവായിരുന്നു കൊണ്ട് ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുകൂലമായി തീരുവാൻ കർത്താവ് അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേകർക്ക് ആശ്വാസവും വിടുതലും കാരണമാകുവാനിടയാകണമേ കർത്താവെ. ഭാവികൾ അത് മനസാന്തരത്തിലേക്ക് തിരിയുവാനിടയാകണമേ കർത്താവെ. ഇതുവരെയും കർത്താവിനെ അംഗീകരിക്കാൻ അത് അനുസരിപ്പാൻ കഴിയാത്ത അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും കർത്താവ് ഇന്ന് രാത്രി കാലം ഈ തിവചനം കേൾക്കുമ്പോൾ കേൾക്കുന്നെങ്കിൽ നിശ്ചയമായി അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുവാൻ കൊണ്ടും കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ മീറ്റിംഗ് കൊണ്ട് കർത്താവെ ഞങ്ങളുടെ നാമത്തിന് മുഖത്ത് വരുവാൻ ഇടയാക്കി തീർക്കണമേ. അത് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണല്ലോ. അങ്ങനെ സംഭവിക്കുവാനിടയായി തീരട്ടെ. അനേരുടെ പാപങ്ങളുടെ മനഃശാന്തരവും അത് ഭാവികളുടെ മനഃശാന്തരത്തിനും അതിനുടെ കർത്താവ് വിടുതലിന് കാരണവുമാകുവാൻ ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ഏറ്റവും നീരമായി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, വചനം സംസാരിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി കാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ചുകൊള്ളുമാറാകണമേ. ദൈവത്തിന്റെ ആലോചന വ്യക്തമായി ശക്തമായി അതേ കർത്താവെ, അതേ ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി കാൽ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് അവിടുന്ന് കർത്താവ് ആവശ്യമായ അതേ കർത്താവെ ആലോചനകൾക്കെയും കേട്ട് ബലം പ്രാപിക്കുവാൻ ഘടകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ കർത്താവ് ബലം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അതേ ഞങ്ങളുടെ ദാസന്മാരെല്ലാം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നമ്മൾ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ നമ്മുടെ പല മീറ്റിങ്ങുകളിലും വളരെ മനോഹരമായി ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവദാസൻ ഇവാഞ്ചലിസ്റ്റ് സജി സ്വാമിൽ അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായി, വളരെ അനുഗ്രഹമായി അദ്ദേഹം പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. നമ്മളെല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, നമുക്കറിയാം പരിമിതികൾ ഒത്തിരിയുണ്ട്, എന്നാൽ കർത്താവിനെ ഒരുമിച്ച് ഹൃദയം കൊണ്ട് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവം ഈ രാത്രി നമ്മെ വളരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് സജി സ്വാമികൾ. धन्यवाद. आराधना करने का समय है और पिछले दिनों में बहुत आशीष के साथ में हालेलुया हमारे बीच में कई मीटिंग में हमें आराधना के लिए सहायता करने वाला है इवांजेलिस्ट सजी सामुएल जी, जो हमारे बीच में है. आज भी हालेलुया हमें आराधना में हमें लीड करने के लिए, सहायता करने के लिए हालेलुया आगे के समय उसका हाथ में देना चाहता हूं. हम सब मिलकर उनके साथ मिलकर आराधना करेंगे. आज का आराधना हम सबको आशीष का कारण बने. आगे के समय उनके हाथों में देना चाहता हूं. प्रभु हम सबको सहायता करें. आमेन. स्तोत्र. हालेलुया. परमेश्वर के अति पवित्र नाम की स्तुति हो. इस लव एंड होप कॉन्ग्रीगेशन की दूसरे कन्वेंशन की दूसरे रात में इस प्रकार जूम के जरिए आयोजन किया हुआ इस सभा के लिए धन्यवाद करता हूं. इस कल की रात, प्रथम रात में परमेश्वर हमें आशीष किया और बहुत ही बहुदाय से आशीष पाने के लिए प्रभु हमें मौका दिया. इसके लिए प्रभु की धन्यवाद करता हूं. आज रात भी परमेश्वर हमें आशीष करना चाहिए. हालेलुया. जल्दी से हम गीतों को गाकर प्रभु की स्तुति और आराधना करेंगे. हालेलुया. जो दिल, जिसके दिल में कुछ है, हालेलुया, हाथ उठाकर प्रभु की धन्यवाद करे. ओ जीसस. हालेलुया. आमेन. हमारे आंखों को बंद करें. पवित्र आत्मा हम जहां पर उपस्थित है उस स्थान पर परमेश्वर की आत्मा आज उतर आना चाहिए. हालेलुया. मैं विश्वास करता हूं परमेश्वर हमारे बीच में आज उतर आएगा. हालेलुया. परमेश्वर हमसे बातें करेगा. हालेलुया. हम परमेश्वर की महिमा करेंगे और परमेश्वर के नाम को पुकारेंगे, उसकी नाम की ऊंचे उठाएंगे. उस समय में परमेश्वर हमें आशीष करेगा. हालेलुया. ओ जीसस. हालेलुया. हम साथ मिलकर प्रभु की आराधना करेंगे. हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना. महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर. हालेलुया. 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 करुणा से तेरी नया दिन दिखाता है. डाल बनकर मेरी
मुझे बचाता है। जब मैं पुकारूं तो दौड़ आता है, जब मैं गिरूं मुझे उठाता है। ओ हालेलुया, 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 हालेलुया। सारे जगह में तुझसा कोई नहीं, तुझको छोड़ कोई प्रभु है भी नहीं। घुटने में टेकू बस तेरे सामने, तू है मेरा प्रभु, तू मेरा पिता। ओ हालेलुया, 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 हालेलुया। आज रात हालेलुया हमारे दोनों हाथ स्वर्ग की ओर उठाते हुए उस प्रभु की महिमा करें। आप जहां पर उपस्थित है उस स्थान पर परमेश्वर की उपस्थिति उतर आएंगे। ओ जीसस हालेलुया, 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 हालेलुया। ओ हालेलुया, 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 हालेलुया। रम शरमन के देखे दुलम शरे। ओ जीसस हालेलुया, यीशु मसीह के नाम से है। हालेलुया शरमना, आमेन जीसस। हालेलुया, 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 आमेन। ओ Amen, hallelujah, hallelujah. Oh Jesus, Jesus, hallelujah, hallelujah, hallelujah. Amen, hallelujah. हमारा राजा यीशु मसीह जल्दी बादलों पर आने वाला है। हालेलुया। मैं कोई भी एक मीटिंग में मैं शामिल हो, जूम हो, फेसबुक लाइव हो, जो कुछ भी हो, लेकिन वहां मैं जरूर बताऊंगा हमारा यीशु मसीह बादलों पर हमें लेने के लिए जल्दी आएगा। हालेलुया। एक मसीह विश्वासी की जो आशा यही है, मसीह यीशु बादलों में आएगा। हालेलुया। उसके साथ ले जाने के लिए हम हमेशा तैयार रहना चाहिए। हालेलुया। नहीं तो हमारा इस धरती का जिंदगी व्यर्थ हो जाएगा। हालेलुया। इसके लिए एक गीतकार इस प्रकार कहते हैं, बादलों पर यीशु आने वाला है, विश्वासियों को ले जाने वाला है। उसके साथ रहना कितना आनंद है। हालेलुया। उसकी स्तुति करना कितना सौभाग्य है। हालेलुया। आज इस धरती में हमें परमेश्वर जो समय देते हैं उसकी आराधना करने के लिए, उसकी उपासना करने के लिए हमें परमेश्वर मौका देते हैं, तो सचमुच परमेश्वर की वचन के अनुसार हालेलुया पूरे दिल के साथ, पूरे मन के साथ हम परमेश्वर की आराधना करेंगे। हालेलुया। समय नहीं जल्दी समाप्त हो रहा है, इसके लिए मैं समय ज्यादा लेना नहीं चाहता हूँ। जल्दी से अकेले गाने में जाता हूँ। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। आओ मिलकर गाए हम हालेलुया, हालेलुया। कितने लोग एक गीत जानते हैं? उस गीत को हम साथ में मिलकर, उस गीत को साथ में मिलकर गाकर हम प्रभु की महिमा करेंगे। हालेलुया।
स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया। राजाओं का राजा यीशु राजा है, प्रभुओं का प्रभु यीशु प्रभु है। राजाओं का राजा यीशु राजा है, प्रभुओं का प्रभु यीशु प्रभु है। सारे जगत से वो प्यार करता है, आनंद जीवन वो सबको देता है। सारे जगत से वो प्यार करता है, आनंद जीवन वो सबको देता है। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया। बीमार उसको छूकर चंगे होते हैं, पापी उसके नाम से उद्धार पाते हैं। बीमार उसको छूकर चंगे होते हैं, पापी उसके नाम से उद्धार पाते हैं। अरे जगत से वो प्यार करता है, आनंद जीवन वो सबको देता है। सारे जगत से वो प्यार करता है, आनंद जीवन वो सबको देता है। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया। बादलों पर यीशु आने वाला है, विश्वासियों को ले जाने वाला है। बादलों पर यीशु आने वाला है, विश्वासियों को ले जाने वाला है। उसके साथ रहना ये कितना आनंद है, उसके स्तुति करना ये कैसा भाग्य है। उसके साथ रहना ये कितना आनंद है, उसकी स्तुति करना ये कैसा भाग्य है। आओ मिलकर गाए हम हालेलुया, आओ मिलकर ताली बजाकर जोर से प्रभु की महिमा करे। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। स्तुति प्रशंसा हमारे यीशु की, आदर और महिमा हमारे यीशु की। आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए हम हालेलुया, आओ मिलकर हम हालेलुया, आओ मिलकर गाए हम हालेलुया, आओ मिलकर गाए। ओ जीसस हालेलुया, शरमनम 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 शोरिमनम शरमनम हालेलुया हालेलुया। ओ जीसस हालेलुया हालेलुया हालेलुया। आमेन हालेलुया। हम हाथों को उठाकर प्रभु की महिमा करें। हालेलुया हालेलुया। हम गाए हो जना, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। हमारे हाथों को स्वर्ग की ओर उठाते हुए और एक बार इस चरण को गाएंगे। ओ जीसस हालेलुया। हम गाए हो जाना, तू राजाओं का है राजा, तेरी महिमा होवे सदा।
तू है प्रभु हमारा खुदा, प्यारे पिता तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। आखिरी बार मिलकर हम गाए हो ज़रा, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा, तू है प्रभु। जीसस हालेलुया। हमारे दोनों हाथ स्वर्ग की ओर उठाते हुए उस महान परमेश्वर की स्तुति करें। हालेलुया हालेलुया। प्रभु आप सबको आशीष करे। खास करके इस प्रकार इस लव एंड होप कॉन्ग्रीगेशन के 3 दिन की कन्वेंशन में मुझे गीत गाने के लिए बुलाया गया है। इसके लिए मैं प्रभु की धन्यवाद करता हूँ। खास करके पासवान MC थॉमस के लिए धन्यवाद करता हूँ, उन्होंने मुझे यहाँ पर बुलाया गया था। परमेश्वर उनको आशीष करे और इस सेवकाई को परमेश्वर आशीष करे। आज मेरे साथ में मिलकर मेरे साथ आराधना किए हुआ सारे भाई बहनों को स्वर्ग खोलकर परमेश्वर आशीष करे, ये मेरी प्रार्थना है। अब लोग हमारे लिए भी प्रार्थना कीजिएगा, हमारे सेवकाई को परमेश्वर आगे बढ़ाने के लिए और बहुत ही शक्ति के साथ परमेश्वर की सेवा करने के लिए हमारे दिल में एक आशा है, उसको परमेश्वर पूरा कर देने के लिए आप लोग हमारे लिए प्रार्थना कीजिए। गॉड ब्लेस यू ऑल। थैंक यू सो मच। थैंक यू प्रभु का दास इवांजलिस्ट सजी सामुएल। ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ। परमेश्वर के अति पवित्र नाम को फिर और एक बार धन्यवाद देते हैं। നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ വിളി ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായ ആനന്ദം നൽകുന്ന ഒരു വാർത്തയാണ്, ഒരു കാര്യമാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിനെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമാണ്. എല്ലാവരും ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ। സ്തോത്രം സ്തോത്രം। धन्यवाद। हमारे जीवन में प्रभु के आराधना करने के जो मौका मिलता है, ये बहुत बड़ा सौभाग्य है हमारा, जो हमें जीवन में मौका मिलता है। और इस तरह हालेलुया साथ मिलकर आराधना करने के लिए प्रभु बार बार हमें मौका दे रहे। प्रभु को धन्यवाद। सब हाथ उठा के प्रभु को धन्यवाद देंगे। धन्यवाद धन्यवाद धन्यवाद। ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ പ്രസിഡന്റ് പാസ്റ്റർ ജോർജ് വർക്കി, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോസ് അബ്രഹാം, മറ്റ് പ്രിയപ്പെട്ടവർ, മറ്റ് ചില പ്രിയപ്പെട്ടവരുടെ ജോയിന്റ് ആയിട്ടുണ്ട്, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സമൃദ്ധിയായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി വളരെ കരുതലോടെ, പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ കർത്താവിന് നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ। और हमारे इसमें हालेलुया लव एंड होप कांग्रीगेशन के प्रेसिडेंट जॉर्ज वर्की पास्टर जी है और वाइस प्रेसिडेंट जॉस अब्राहम पास्टर जी भी है, और जितने भी लोग इसमें जुड़े हुए हैं, आज शाम को प्रभु आप सबको आशीष करे, प्रार्थना पूर्ण रहता हूँ। നാളെ രാവിലെ വിശുദ്ധ ആരാധന ഉണ്ടായിരിക്കും. നമ്മുടെ കൺവെൻഷന്റെ സമാപന മീറ്റിംഗ് ആണ്. എല്ലാവരും ആ കൺവെൻഷൻ പങ്കുചേരണമെന്ന് വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. और इस कन्वेंशन के चलते कल सुबह का हमारा आराधना होगा, हमारा कन्वेंशन का आखिरी जो मीटिंग है, और आप सबसे निवेदन है कि सभी लोग समय पर उसमें आए और जुड़े। നോർത്ത് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ റെവറൻ ഡോക്ടർ ജോർജ് ഫിലിപ്പ് അദ്ദേഹമാണ് നാളെ ദൈവത്തിന് വചനം ശുശ്രൂഷിക്കുന്ന എല്ലാവരും വളരെ ആഗ്രഹത്തോടെ കടന്നു വരാൻ ഓർപ്പിക്കുകയാണ്. और कल का मीटिंग में वचन के प्रचार के लिए नॉर्थ इंडिया में बड़े सामर्थ्य के साथ में प्रचार करने वाले डॉक्टर जॉर्ज फिलिप जो हमारे बीच में है, हालेलुया, उनका वचन को हम सुनेंगे, आशीष पाएंगे, इसलिए बहुत ही प्रार्थना पूर्ण रहिएगा। ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താദാസൻ ഇവാഞ്ചലിസ്റ്റ് സജി സാമുവേൽ അവർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. और इन दिनों में हमारे बीच में हालेलुया आराधना में हमें सहायता करने वाला इवांजलिस्ट सजी सामुएल जी के लिए हम खास तौर से हम उसको धन्यवाद देते हैं। प्रभु उनको आशीष करें। രാത്രി നമ്മുടെ മധ്യ ശുശ്രൂഷിക്കുന്ന കർത്താവദാസനെ റെവറൻഡ് ബിനോയ് എബ്രഹാം, അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്.
और आज शाम को हमारे बीच में वचन को लेकर आने वाला रेवरेंड बिनोय अब्राहम पास्टर परमेश्वर दास जी है। हम उनको याद करते हैं, परमेश्वर को धन्यवाद देते हैं। उनके बारे में 2 शब्द कहने के लिए मुझे बहुत खुशी होती है। കർത്തവേലയിൽ എന്റെ സഹപഠനായ കർത്താദാസൻ ജോർജ് ചാക്കോ അവർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത റിലേഷൻ ആണ്. കഴിഞ്ഞ ഒരു മാസത്തോളം ആയെന്നാണ് എന്റെ വിചാരം. ഞാൻ ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ കേൾക്കാനിടയായി. വളരെ സന്തോഷം തോന്നി. ഞാൻ ജോർജ് വർക്കി പാസ്റ്ററാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് തന്നത്. ഇന്ന് രാത്രി അദ്ദേഹം പേഴ്സണലായിട്ട് എനിക്ക് പരിചയമില്ലെങ്കിലും വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താദാസനാണ്. വളരെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ക്രൂശിന്റെ മറവിൽ ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കും. और कुछ दिनों से पहले इनके एक मीटिंग में इनका वचन को सुनने का प्रभु ने मुझे मौका दिया है और जॉर्ज वर्की पास्टर जी है, उनके जरिए इनको इनका जो पहचान का मौका मुझे मिला है और बहुत सामर्थ्य के साथ में वचन को प्रचार करने वाले एक परमेश्वर का अभिषिक्त दास है और हम विश्वास करेंगे आज इनके जरिए प्रभु हम सच से जरूर बात करेंगे. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഒരു ശുശ്രൂഷ കൂടിയുണ്ട്. നമ്മുടെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ ജോയിന്റ് സെക്രട്ടറി ഇവാഞ്ചലിസ്റ്റ് ജിജോ കെ മാത്യു സൗദി അറേബ്യയിൽ നിന്നും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം മിഷൻ പ്രസന്റേഷൻ എന്ന അനുഗ്രഹീത കർത്തവ്യം നിർവഹിക്കും. ഒപ്പം തന്നെ 1-2 പ്രധാനപ്പെട്ട കാര്യം കൂടെ അദ്ദേഹം നമ്മെ ഓർപ്പിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. അതിനുശേഷം വചന ശുശ്രൂഷ കർത്താവദാസ് നിർവഹിക്കും. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം നടക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദം നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവദാസിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. और वचन से पहले और एक काम को करना है. हालेलुया. एक दौत्य और है. हमारा मिशन प्रेजेंटेशन करने के लिए इवांजेलिस्ट जीजो के मैथ्यू हमारे बीच में है. उनको आगे का समय देना चाहता हूं और बहुत परमेश्वर का राज्य के लिए सेवक के लिए इस्तेमाल होने वाला एक परमेश्वर का दास है. तो आगे के समय मिशन प्रेजेंटेशन के लिए उनको देना चाहता हूं. प्रभु उनको सहायता करे. ഇവാഞ്ചലിസ്റ്റ് ജിജോ കെ മാത്യു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സായന സമയം നമ്മുടെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ആനുവൽ കൺവെൻഷന്റെ 2ാമത്തെ ദിന രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ ബോർഡ് മെമ്പേഴ്സിനും അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനും നമ്മുടെ കർത്തൃവേലക്കാർക്കും ഒക്കെ ഒരിക്കൽ കൂടി വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ അതിന്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച്, കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ദൈവം നമ്മെ നിർത്തിയ അനുഗ്രഹിച്ച ഇത്രത്തോളം കൊണ്ടുവന്ന വിഷയങ്ങളെ കുറിച്ച് നന്ദിയോടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നിട്ട വഴികളെ കുറിച്ച് ഓർക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളിൽ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ആത്മിക ദർശനമുള്ള 12 ബോർഡ് മെമ്പേഴ്സിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ 5 പേര് സൗദി അറേബ്യയിൽ നിന്ന് ആയിരിക്കുന്നു, 3 പേര് മഹാരാഷ്ട്രയിൽ, 3 പേര് കേരളത്തിൽ, ഒരാൾ അമേരിക്കയിലായിരിക്കുന്നു. ഈ 12 പേരെ ഓർത്തും അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്തും ഒക്കെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായിട്ട് ആത്മിക തീഷ്ണതയുള്ള 14 കർത്തൃവേലക്കാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ദൈവികമായ ഒരു അനുഗ്രഹം കൂടിയാണ്. കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ തീഷ്ണതയോടുകൂടി അവരായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം വിജയകരമായി മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഛത്തീസ്ഗഡിൽ 7 കർത്താവിന്റെ വേലക്കാർ, മഹാരാഷ്ട്രയിൽ 6 കർത്താവിന്റെ വേലക്കാർ, കേരളത്തിൽ 1 കർത്താവിന്റെ ദാസി, അങ്ങനെ 14 കർത്തൃവേലക്കാർ നമുക്ക് വേണ്ടിയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരെ ഓർത്ത്, അവരുടെ പ്രവർത്തന മേഖലകളെ ഓർത്ത്, അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. സ്തോത്രം. മൂന്നാമതായിട്ട് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരിക്കും നമ്മുടെ ബഹുമാന്യ കർത്തൃദാസൻ തോമസ് MC പാസ്റ്റർ. അദ്ദേഹം ജനറൽ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ബോർഡ് മെമ്പേഴ്സിന്റെ ഇടയിലും കർത്തൃവേലക്കാരുടെ ഇടയിലും ഒക്കെ ആ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക അത്യുത്സാഹം ദൈവികമായിരിക്കുന്ന കൃപ തന്റെ മേൽ ഉള്ളത് കൊണ്ടും നമുക്ക് ഇത്രത്തോളം വരുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവഹിതമാകുന്നുവെങ്കിൽ അടുത്തൊരു സ്റ്റേറ്റിലേക്കും കൂടെ, 4ാമതൊരു സ്റ്റേറ്റിലേക്കും കൂടെ, ഗുജറാത്തിലേക്കും കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി വരുന്നു. എന്നാൽ അതിന് സ്പോൺസർമാരെ ആവശ്യമുണ്ട്. മറ്റാത്മിക ഭൗതികമായ മുഖാന്തരങ്ങളെ അതിന്റെ സമയത്ത് ഉചിതമാവണ്ണം ഭംഗിയായ ദൈവം ഒരുക്കി തരേണ്ടതിനായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അതൊരു പ്രാർത്ഥന വിഷയമായിട്ട് ഞാൻ വെക്കുകയാണ്. അത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് കോൺകർ ഇന്ത്യ ഫോർ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുക, ഇന്ത്യയെ കീഴടക്കുക.
അതിനുവേണ്ടി ലവ് ആൻഡ് ഹോപ്പ് അഥവാ ആ പ്രാർത്ഥനയോടുകൂടെ ആ വിഷൻ, ആ ദർശനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇവിടെ ഒന്ന് പങ്കുവെച്ചുകൊള്ളുകയാണ്. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി ഒന്ന് രണ്ട് ചെറിയ സാക്ഷ്യ അല്ലെങ്കിൽ അനുഭവങ്ങൾ കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്, സമയം വിനിയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട്, കുറച്ച് നാളുകളായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. അതിനുവേണ്ടി ഒരു 10,000 രൂപ നേരത്തെ ദൈവദാസൻ തന്ന് സഹായിച്ചതാണ്. എന്നാൽ ഇന്നലെ അതിനുവേണ്ടി അതിന്റെ ബാക്കി പൈസയുടെ മുഖാന്തരങ്ങളും കൂടെ ദൈവം തക്ക സമയത്ത് തന്നു. പ്രത്യേകിച്ച് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി അത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായിട്ട്, ഈ സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ തോമസ് ബാസിന് പരിചയമുള്ള ഒരു സഹോദരൻ ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. നമ്മുടെ കൂട്ടായ്മ സ്ഥിരം വരുന്ന ദൈവദാസനല്ല എങ്കിലും മറ്റൊരു സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തോട് മീറ്റിംഗ് ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹം റെഗുലർ ആയിട്ട് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ അനുഗ്രഹമായ മീറ്റിംഗ് ആയതുകൊണ്ട് അടുത്തൊരു പേയ്മെന്റ് ഞാൻ തന്നെ സ്പോൺസർ ചെയ്യാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതും ദൈവികമായിരിക്കുന്ന പ്രവൃത്തിയാണ്, അത്ഭുതമാണ്. വളരെ നിസ്സാരമായ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് ചിലർക്കെങ്കിലും ഇത് തോന്നാമെങ്കിലും ഞാൻ എടുത്തു പറയാൻ കാര്യം, നമ്മുടെ ദൈവം ചെറുതും വലുതുമായ വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും ദൈവമാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ കുടിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ആ വിഷയങ്ങൾ കൂടെ എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു സന്തോഷമുള്ള കാര്യം, എന്റെ ഒരു കസിൻ സിസ്റ്ററും കൂടി ആയിരിക്കുന്ന ജെയിൻ അരുൺ ഈ സമയം നമ്മോട് ചേർന്നിട്ടുണ്ട്. അവർ ദുബായിലായിരിക്കുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തിൽ അവര് പങ്കെടുത്തിരുന്നു. ദുബായിൽ ഉണ്ടായിരുന്ന അവരുടെ ജോലി നഷ്ടപ്പെട്ടു. തുടർന്ന് നിലനിൽപ്പിന്റെ ആവശ്യത്തിനായിട്ട് അടുത്തൊരു ജോലി ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നു. നമ്മൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സൈച്ചാൻ നമ്മുടെ സെക്രട്ടറി അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്തു പ്രാർത്ഥനയ്ക്ക്. അടുത്ത ദിവസങ്ങൾ തന്നെ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്തൊരു ജോലി ലഭിക്കുകയും ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് 1-2 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചുരുക്കം വാചകങ്ങളിൽ ചേച്ചി ജെയിൻ അരുൺ നമ്മോട് ആ സാക്ഷ്യം ഒന്ന് വേഗത്തിൽ പറയും. അതിനായിട്ട് ചേച്ചിയെ ഒന്ന് സ്വാഗതം ചെയ്യുക. സ്തോത്രം. എനിക്ക് കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തത് ജിജോ കാരണമാണ് ഞാൻ ആ സൂം മീറ്റിംഗിൽ പങ്കെടുത്തത്. അന്ന് ഞാൻ എല്ലാവരോടും ഞാൻ അങ്ങേറ്റം തകർന്ന ഒരു മനസ്സോടുകൂടിയായിരുന്നു ഞാൻ അന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. കാരണം എനിക്ക് ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ, എന്താ പറയാ, ഒരാശ്രയവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പോലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ആ ജോലി കിട്ടി എന്ന് പറയുന്നത്. കാരണം ഇപ്പോ കെട്ടകാലം എന്ന് പറഞ്ഞാൽ കെട്ടകാലമാണ്. ജോലിക്ക് വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചാലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ദൈവം എനിക്ക് ആ ജോലി തന്നു. വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം. നാളെ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ കോൺഗ്രിഗേഷനിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഓർക്കണേ. തീർച്ചയായിട്ടും അങ്ങേറ്റം അനുഗ്രഹമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഇനിയും ദൈവം അനുവദിച്ചാൽ ഈ മീറ്റിങ്ങുകളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാവർക്കും എന്റെ നന്ദി. मेरा हिंदी बहुत बुरा है, जो लोग हिंदी लोग है सबको मैं धन्यवाद देती हूँ. सॉरी, मेरे my Hindi is very poor, so thank you so much. Praise the Lord. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ഗോഡ് ഈസ് അവർ പ്രൊവൈഡർ എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഇതിനാൽ തെളിവാകുന്നു. ഞാൻ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്തതല്ല ചേച്ചിയെ, നമ്മുടെ ഫേസ്ബുക്കിലെ അഡ്വർടൈസ്മെന്റ് കണ്ട് ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ദൈവം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് 1-2 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മുടെ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന സജി കുന്നുവിള ബ്രദറിന്റെ സഹോദരൻ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു. മറ്റ് നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന പലർക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പലവിധമായിരിക്കുന്ന ജീവിത ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകണം. അതൊരു പ്രാർത്ഥനാ വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. ഇന്ന് രാത്രിക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് ആദരണീയനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റെവറന്റ് ബിനോയ് അബ്രഹാം അവറുകളാണ്. അദ്ദേഹം ഇന്റർനാഷണൽ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന്റെ UK ആൻഡ് യൂറോപ്പ് ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന അനുഗ്രഹീത കർത്തദാസനാണ്. ഈ മീറ്റിംഗിലേക്ക് നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ട് പരിചയമില്ലെങ്കിലും ചില വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിലുള്ള എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ബേസിക്കലി കണ്ണൂരുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുക. അന്ന് ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ
ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു ചർച്ച, നമ്മുടെ സെക്യുലർ ചാനൽ ചർച്ചകൾ പോലെ ഇദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു ചർച്ച കാണുവാനായിട്ട് ഇടയായി. അതിൽ മറ്റൊരുപാട് ദേവദാസന്മാർ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അത് തികച്ചും ഏത് വിഷയങ്ങൾ, സെക്യുലർ ഫീൽഡിൽ സ്പിരിച്വൽ ഫീൽഡിൽ ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. 19-ലധികം എപ്പിസോഡുകൾ പിന്നിട്ടതാണ്. അപ്പൊ ഏത് വിഷയം പറഞ്ഞാലും ദൈവമാണ് സകലം നിയന്ത്രിക്കുന്ന വിഷയത്തെ കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. എന്നെങ്കിലും ഈ ദേവദാസൻ ഇന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചേ ഉള്ളൂ. എന്നാൽ അധികം താമസിയാതെ 1-2 മാസത്തിനുള്ളിൽ ദേവദാസനെ നേരിട്ടല്ലെങ്കിലും ഈ മാധ്യമത്തിലൂടെ കാണുവാൻ, സർവോപരി ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, സ്വാഗതം ചെയ്ത ശുശ്രൂഷയും ദൈവം ഭരമേൽപ്പിച്ചത് എനിക്ക് ആത്മീകമായി വളരെ ചൈതന്യം ഉളവാക്കുന്ന കാര്യമാണ്. ഒരു കാര്യവും ഞാൻ ഓർക്കുന്നു, നമ്മൾ ആത്മീകമായിട്ട് ഏത് വിഷയത്തിന് സ്റ്റെപ്പുകൾ വെക്കുവാൻ തയ്യാറായാലും ദൈവം അത് വളരെ വേഗത്തിൽ, ദ്രുതഗതിയിൽ, മുമ്പ് രാജ്യം അന്വേഷിപ്പിൻ എന്നാണല്ലോ വചനം, ആ വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകുന്ന വളരെ വേഗത്തിൽ സാധിപ്പിക്കുന്ന കർത്താവാണെന്ന് എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ ഈ കൺവെൻഷൻ കൊണ്ട് എന്ത് നേടിയെന്ന് വെച്ചാൽ ഇതും ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്രകാരം ആ സന്തോഷത്തോടു കൂടെ തുടർന്നുള്ള സമയം ദേവദാസൻ ബ്രദർ സജി കുന്നുവിള അവർ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിന് തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് റവറന്റ് ബിനോയ് അബ്രഹാം അവരുകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम की महिमा और स्तुति हो। ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ ആദ്യത്തെ വർഷാന്തര കൺവെൻഷനിൽ 2ാമത്തെ രാത്രിയിൽ വെർച്വൽ മീഡിയയിലൂടെയാണെങ്കിലും ഈ കൺവെൻഷന് വേദിയായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. और लव एंड होप कांग्रीगेशन इस संस्था की वार्षिक सम्मेलन में, कन्वेंशन महासभाओं के दूसरे दिन परमेश्वर के वचन को लेकर आपके बीच में इस माध्यम के जरिए आने के लिए प्रभु ने मदद सहायता किया, इसलिए मैं परमेश्वर का धन्यवाद करता हूं. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ MC തോമസ് കർത്താവിന്റെ ദാസനും കുടുംബത്തിനും പ്രധാനമായും ഞാൻ ആദ്യമായി തന്നെ വന്ദനം ചൊല്ലുന്നു. കൂടാതെ ഈ ശുശ്രൂഷയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ ഇവാഞ്ചലിസ്റ്റ് ജിജോ കെ മാത്യുവിനും ഉള്ള പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. और इस सभा में मुझे निमंत्रण दिए हुए परमेश्वर के दास पास्टर MC थॉमस के लिए मैं प्रभु का धन्यवाद करता हूं. उसी प्रकार मुझे इस सभा में मेरा परिचय कराकर जो है मुझे वचन की सेवकाई सौंपे हुए प्रभु के दास इवेंजलिस्ट जिजो के मैथ्यू के लिए भी मैं प्रभु का धन्यवाद और स्तुति करता हूं. ഈ ഫെലോഷിപ്പിന്റെ ഈ ദൈവസഭയുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരിക്കുന്ന മറ്റുള്ള ബോർഡ് മെമ്പേഴ്സ്, സഹപ്രവർത്തകർ, ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ, സഹോദരി സഹോദരങ്ങൾ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. और इस लव एंड होप कांग्रीगेशन के सारी जो है बोर्ड मेंबर्स के लिए, सारे परमेश्वर के दासों के लिए और इस जूम के माध्यम में मुझे ध्यान देने वाले सारे परमेश्वर के लोगों के लिए प्रभु यीशु मसीह के नाम से मेरा प्यार भरा नमस्कार. കൂടാതെ തന്നെ എന്റെ പിതാവിന്റെ അനുജൻ പാസ്റ്റർ ജോർജ് ചാക്കോ ഇവിടെ കുടുംബമായി പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ കർത്താസിനോടുള്ള വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. എന്റെ സമയത്തിന്റെ പരിമിതി മൂലവും ഭാഷയുടെ പരിഭാഷ ഉള്ളത് കൊണ്ടും ദൈവം ഏൽപ്പിച്ച സന്ദേശം നിങ്ങൾക്ക് കൈമാറേണ്ടത് കൊണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. और मैं परमेश्वर का धन्यवाद करता हूँ. समय बहुत कम है. मेरे पिता के छोटे भाई पास्टर जॉर्ज चाको आज इस जूम के जरिए इस सभा में शामिल है और परमेश्वर ने मुझे दिया हुआ वचन वो पूरा कर कर जो है आप लोगों को देना है. वो बड़ी जिम्मेदारी है मेरे ऊपर, इसलिए मैं जल्दी जल्दी आगे बढ़ूंगा. കൊറോണയുടെ കാലഘട്ടമാണെങ്കിലും നമ്മുടെ സുവിശേഷീകരണത്തിനോ പ്രവർത്തനങ്ങൾക്കോ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. और कोरोना का जमाना है, लेकिन परमेश्वर का सुसमाचार फैलाने में, प्रभु की आराधनाओं में कोई प्रकार की कमी आज तक आई नहीं है. ये बात मैं कहना चाहूंगा. ശത്രു ഒരു വഴി അടയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി 10,000 വഴികൾ തുറക്കുന്നു. और शैतान शत्रु हमारा एक मार्ग बंद करने पर परमेश्वर जो है हमारे लिए दूसरे 10,000 मार्गों को खोलेगा.
ഒരുപക്ഷെ കൊറോണ വന്നതുകൊണ്ടാണ് ലവ് ആൻഡ് ഹോപ്പ് ഇന്റർനാഷണൽ മിനിസ്ട്രിയെ എനിക്കൊന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. और लव एंड होप कांग्रेगेशन में इस सभाओं में मेरा आना और आप लोगों के साथ परिचय करना इस बीमारी के कारण हुआ है. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ എനിക്ക് പകരമായി മറ്റൊരു ശുശ്രൂഷകനെയോ പ്രാസംഗികനോ ആയിരിക്കുമായിരുന്നു നിങ്ങളുടെ ഈ രണ്ടാം ദിവസത്തിൽ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കേണ്ടതും ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ അടുത്ത് വരേണ്ടതായ ഒരു സൗകര്യം ഒരിക്കലും ഉണ്ടാകുകയുമില്ലായിരുന്നു. अगर ऐसा ये बीमारी ना होता तो शायद आप लोग जल्दी से उपलब्ध होने वाले कोई परमेश्वर के दास को बुलाकर आपकी महासभाओं का आयोजन आप करते, या फिर जो है मैं यहां से इतनी दूर सफर कर कर शायद आप लोगों के साथ नहीं आ पाता, लेकिन ये अच्छा अवसर परमेश्वर ने हम सबको दिया. ശത്രു ഒരു വഴി അടച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അനവധി വഴികൾ തുറക്കും. और शत्रु हमारे लिए जब एक मार्ग बंद करता है, दूसरे अनेक मार्गों को प्रभु हमारे लिए खोलता है. അത് ദൈവസഭയുടെ പ്രത്യേകതയാണ്. और वो परमेश्वर की कलीसिया का विशेषता है. എന്റെ ആമുഖ വാക്കുകളിൽ പ്രവർത്തകരെ ഞാൻ ഉറപ്പിക്കുന്നു. और मैं शुरुआती मेरे जो वचन है उसमें मैं परमेश्वर के लोगों को, दासों को दृढ़ करना चाहता हूं. നാം കർത്താവിന്റെ വേലക്കാരാണ്. हम परमेश्वर के सेवक हैं. നാം കർത്താവിന് വേണ്ടിയാണ് സേർവ് ചെയ്യുന്നത്. और हम प्रभु की सेवा निभाते हैं. നമ്മുടെ വഴി ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. और हमारे रास्तों को कोई बंद नहीं कर सकता. ദാരിദ്ര്യമോ ശൂന്യതയോ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ നമ്മെ തടയുമെന്ന് തോന്നിയേക്കാം, പക്ഷേ അടയ്ക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. और गरीबी हो, भूख हो, अकाल हो, पीड़ा हो, कोई भी विपरीत परिस्थिति क्यों ना हो, प्रभु की जो सेवा हम करते हैं उसमें से कोई भी हमें रुकावट नहीं ला सकता है. പ്രതിസന്ധികളിൽ നിന്ന് വളരുന്നവരാണ് ദൈവജനം. और दुख और मुसीबत के बीच में बढ़ने वाली है प्रभु की कलीसिया. പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ദൈവജനം. और हमारे जो है प्रश्नों के बीच से हम उठ खड़े होते हैं प्रभु के लिए. പ്രശ്നങ്ങളുടെ നടുവിൽ ഒളിച്ചോടുന്നവരല്ല ദൈവജനം. और जब ऐसे प्रश्न सवाल आते हैं उनसे छिपकर हम कहीं पर भाग नहीं जाते. പ്രതിസന്ധികളുടെ നടുവിൽ നാം ശുശ്രൂഷ ഉപേക്ഷിക്കുന്നവരല്ല കർത്താവിന്റെ വേലക്കാർ. और ऐसे विपरीत परिस्थितियों के बीच में प्रभु की सेवा को छोड़कर हम नहीं जाया करते हैं. പ്രശ്നങ്ങളെ നേരിട്ട് കണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നവരാണ് ദൈവത്തിന്റെ വേലക്കാർ. और हमारे प्रश्नों को सामने देखकर फिर से जागरूक होकर प्रभु की सेवा में और भी लगन से आगे बढ़ने वाले लोग हैं हम. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത്, നീ ഒരു നല്ല ഭടനായി സേവനം അനുഷ്ഠിക്കണം. और इसलिए प्रेरित पौलुस तीमुथियुस को कहता है, एक अच्छे लड़ाई करने वाले के समान तुम्हें मसीही जीवन में आगे बढ़ना है. പ്രൈസ് ദി ലോർഡ്. आमीन, हालेलुया. ദൈവത്തിന്റെ വേലക്കാരായതിലും ദൈവത്തിന്റെ ജനമായി തീരുവാൻ കഴിഞ്ഞതിലും നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. और परमेश्वर के सेवक और परमेश्वर के प्रजा होने का सौभाग्य प्रभु ने हमें दिया, इसलिए हम प्रभु की महिमा करेंगे. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന ഒരു ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. और परमेश्वर की आत्मा तुम्हें जागरूक करेगा, ऐसे एक परमेश्वर के वचन की ओर मैं तुम्हारा ध्यान लाना चाहूंगा. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് അതിനാധാരമായി വായിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 5-ാമത്തെ വാക്യം വരെ. और हम निकालेंगे यशायाह नबी का पुस्तक, उसका 61वां अध्याय पहले वचन से लेकर 5वें वचन तक आज के मनन के लिए हम यहाँ पर पढ़ेंगे. ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് അത് ശബ്ദമുയർത്തി ഹിന്ദിയിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ആവശ്യം പോലെ അത് വായിക്കാം. और आप में से कोई ऊंची आवाज में उन वचनों को पढ़कर मेरी मदद करने का मैं बोलता हूं. प्रभु यहोवा का आत्मा मुझ पर है, क्योंकि यहोवा ने कंगालों को सुसमाचार सुनाने के लिए मेरा अभिषेक किया है, और मुझे इसलिए भेजा है कि खेदित मन के लोगों को शांति दूं,
कि बंदियों के लिए स्वतंत्रता का और कैदियों के लिए छुटकारे का प्रचार करूं, कि यहोवा के करुणा करने के समय और हमारे परमेश्वर के पलटा लेने के दिन का प्रचार करूं, कि सब शोकितों को शांति दूं और सियोन में विलाप करने वालों को राख के बदले माला, शोक के बदले में हर्ष का तेल और निराश के बदले बड़ाई का ओढ़ना प्रदान करूं, जिससे कि वे धार्मिकता के बांज वृक्ष और यहोवा के लगाए हुए कहलाए और उसकी महिमा प्रकट हो। तब वे प्राचीन खंडरों का जीर्ण द्वार करेंगे, वे पूर्व काल के उजड़े स्थानों में घर खड़े करेंगे और वे उन विनष्ट नगरों की मरम्मत करेंगे जो पीढ़ी पीढ़ी से उजाड़ पड़े थे। परदेशी तुम्हारी भेड़ बकरियों के साथ खड़े रहकर उनको चराएंगे तथा परदेशी लोग तुम्हारी खेती और दाख की बारी की देखभाल करेंगे। प्रेज द लॉर्ड। Thank you so much. ദൈവത്തിന്റെ യഹോവയുടെ അഭിഷേകത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. और यहाँ पर परमेश्वर का अभिषेक के बारे में हमने वचन को पढ़ा है। എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. कंगालों को सुसमाचार सुनाने के लिए मेरा अभिषेक किया है। അതുകൊണ്ട് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുകയാണ്. और इसलिए परमेश्वर की आत्मा मुझ पर है। എന്താണ് അഭിഷേകം? और क्या है अभिषेक? അന്യഭാഷയല്ല അഭിഷേകം. और अन्य भाषा बोलना अभिषेक नहीं है। അതൊരു കൃപാവരമാണ്. और वो वरदानों में से एक है। പല വരങ്ങളുണ്ട്. और कई प्रकार के वरदान हैं। സ്നേഹം ഒരു വരമാണ്. और स्नेह प्यार एक वरदान है। പരോപകാരം വരമാണ്. और एक दूसरे पर उपकार करना एक वरदान है। പ്രത്യാശ ഒരു വരമാണ്. और आशा एक वरदान है। പല വരങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. और कई प्रकार के वरदान हैं, मैं उसकी ओर नहीं जाऊंगा। അങ്ങനെയുള്ള വരങ്ങളിൽ ഒരു വരമാണ് അന്യഭാഷ. और उन ऐसे वरदानों में से एक वरदान है अन्य भाषा में बोलना। ഓരോ വരങ്ങൾക്കും ഓരോ ഉദ്ദേശമുണ്ട്. और हर एक वरदानों का एक खास मकसद होता है। സ്നേഹം കൊണ്ടും പരോപകാരം കൊണ്ടും ഒക്കെ അതിൻ്റെതായ ഉദ്ദേശങ്ങൾ സഭയിൽ ജീവിതത്തിൽ നടക്കും. और प्रेम के द्वारा, उपकारों के द्वारा परमेश्वर का कार्य हमारी कलीसिया जीवन में प्रकट होती है। അന്യഭാഷ എന്ന വരം കൊണ്ട് സ്വയം ആത്മീക വർധന നാം വരുത്തുന്നു. और अन्य भाषा के वरदान से हर एक जीवन में आत्मिक उन्नति को करता है वो। നമ്മുടെ ഇടയിൽ ഭൂരിപക്ഷം ആളുകളും അഭിഷേകത്തെ അന്യഭാഷയായി കണക്കാക്കുന്നവരുണ്ട്. और हमारे बीच में बहुतायत लोग जो है अभिषेक को अन्य भाषा का वरदान प्राप्त करना ऐसा समझते हैं। അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. और इसलिए जो परमेश्वर चाहता है वो उनके जीवन में पूरा नहीं हो पाता। അഭിഷേകം എന്റെ മേൽ ഇരിക്കുന്നു. अभिषेक मेरे ऊपर है। എന്താണ് അഭിഷേകം? और क्या है अभिषेक? ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു. और एक खास मकसद के लिए परमेश्वर तुम्हें जो है बुलाता है या जिम्मेदार बनाता है। ഒരു പ്രത്യേക പ്ലാനിന് വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു. और एक खास योजना के लिए परमेश्वर तुम्हें नियुक्त करता है। അപ്പൊ അഭിഷേകത്തിന്റെ പർപ്പസ് ഉണ്ട്. और अभिषेक का लक्ष्य है। ഈ അഭിഷേകത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ്. और ये अभिषेक का लक्ष्य यही है कि प्रभु ने जो योजना बनाया है उसे पूरा करना। യഹോവയുടെ അഭിഷേകം എന്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. और प्रभु का अभिषेक मेरे ऊपर है, इसका मतलब परमेश्वर ने मेरे ऊपर एक योजना बनाए रखा है। എന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം കൊണ്ട് എനിക്ക് ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് ഈ അഭിഷേകത്തിന്റെ ലക്ഷ്യം.
और इसका मतलब यही है, मेरे ऊपर जो अभिषेक प्रभु ने दिया है उसके द्वारा प्रभु के उस योजना लक्ष्य को मुझे पूरा करना है। അപ്പോൾ ഒരു പർപ്പസ് ഉണ്ട് ഈ അഭിഷേകത്തിന്റെ മേൽ. और एक खास मकसद है प्रभु के अभिषेक का। തന്റെ മക്കളുടെ മേൽ, തന്റെ ജനത്തിന്റെ മേൽ, തന്റെ ശുശ്രൂഷകന്മാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. और परमेश्वर ने अपने लोगों के ऊपर, अपने सेवकों के ऊपर, अपनी कलीसियाओं के ऊपर प्रभु का अभिषेक रखा है ताकि प्रभु के उस लक्ष्य को वो लोग पूरा कर सके। ഇവിടെയാണ് നമ്മുടെ പരാജയം. और यहाँ पर ही हम हार जाते हैं। നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ പർപ്പസ് നമുക്കറിയില്ല. और हमारे ऊपर जो अभिषेक है उसका लक्ष्य को हम नहीं जान पाते। ഈ പർപ്പസ് അറിയാത്തത് കൊണ്ട് കടന്ന് കറങ്ങുവാണ്. और वो लक्ष्य नहीं जानते हैं, इसलिए हम यहाँ पर भटक जाते हैं। ഈ പർപ്പസിൽ നാം മനസ്സിലാക്കി പർപ്പസിന്റെ അകത്ത് നിൽക്കുന്നെങ്കിൽ, अगर इस लक्ष्य को समझकर उसके अनुसार हम उसके लिए खड़े रहे, അഭിഷേകം നമ്മെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. और प्रभु का अभिषेक उसकी ओर हमें ले जाता रहेगा। ഇരുന്ന് കൊടുത്താൽ മതി. और केवल उसके सामने समर्पण करके बैठ जाओ। ഈ അഭിഷേകം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. और प्रभु का अभिषेक हमारे अंदर कार्य करता रहेगा। അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ और जैसे वो हमें आगे ले चलता जाएगा, പ്രശ്നങ്ങൾ വരുമായിരിക്കും, और बहुत सारे रुकावट आएंगे, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമായിരിക്കും. बहुत सारे विपरीत परिस्थितियां हमारे सामने आएंगे, പക്ഷെ അവയ്ക്കൊന്നും നിന്റെ മീതെ കവിഞ്ഞൊഴുകാൻ സാധ്യമല്ല. लेकिन वो परिस्थितियां तेरे ऊपर से नहीं जाएगी या तुझे रुकावट नहीं लाएगी। നീ അവയുടെ മുമ്പിൽ നീങ്ങിക്കൊണ്ടിരിക്കും. और तू उसके साथ आगे बढ़ता जाएगा। നീ തീർന്നു പോയെന്ന് അവ പറയും, പക്ഷെ നീ തീർന്നു പോവുകയില്ല. और वो लोग कहेंगे कि तू खत्म हो गया, लेकिन तू खत्म समाप्त नहीं होगा। നിന്നെ കാണുന്നവർ പറയും നീ പരാജയപ്പെട്ടു പോയി. और तुझे देखने वाले बोलेंगे कि तू खत्म हो गया। നിന്നെ കാണുന്നവർ പറയുകയാണ് നീ ഫിനിഷ്ഡ് ആയി, നീ എല്ലാം തീർന്നു പോയിരിക്കുകയാണ്. और तुझे देखने वाले लोग बोलेंगे कि तू पराजित हो गया, तू बिल्कुल शून्य हो गया है। പക്ഷെ നിന്റെ മേലുള്ള അഭിഷേകം തിരിച്ചറിയുന്ന കാലത്തോളം അവൻ നിന്നെ നീക്കിക്കൊണ്ടേയിരിക്കും, നിന്നെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. और तेरे अंदर जो प्रभु का अभिषेक है वो दूसरे लोगों को समझ नहीं आता, तब तक प्रभु की आत्मा तुम्हें आगे ले चलता रहेगा। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാണ്, और परमेश्वर की आत्मा आज रात तुमसे कहती है, നിങ്ങളുടെ ശുശ്രൂഷയിലെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, മൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് അഭിഷേകം നിങ്ങളുടെ അകത്തുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവായ അഭിഷേകം മുഖാന്തരം നിങ്ങൾ പ്രതിസന്ധികളുടെ മുൻപിൽ പകച്ചു നിൽക്കാതെ മുന്നോട്ട് നീങ്ങുവാൻ കൃപ നിങ്ങളുടെ മേൽ അധികമായി പകരട്ടെ. और आज परमेश्वर की आत्मा की प्रेरणा के द्वारा मैं आपसे कहूंगा, कोई भी लोग अपनी जीवन की परिस्थिति को लेकर डरे हुए हैं, सहमे हुए हैं, हम कैसे आगे बढ़ेंगे सोचते हैं, लेकिन आज मैं कहूंगा प्रभु की आत्मा के द्वारा तुम आगे बढ़ते जाओ, सामना करते जाओ, परमेश्वर अपनी मर्जी को तुम्हारे जीवन में पूरा कर रहेगा। കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റുമോ, എന്റെ മേലുള്ള അഭിഷേകത്തിന് മേൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. आइए अपने हाथों को उठाकर बोलेंगे, परमेश्वर ने जो अभिषेक मेरे ऊपर रखा है उसका एक लक्ष्य है। എല്ലാ ശുശ്രൂഷകന്മാരും പൂർണ്ണമായി വിശ്വസിക്കണം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അഭിഷേകത്തിന് നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ ഒരു പർപ്പസ് ഉണ്ട്. और सारे परमेश्वर के दास और सेवक लोग इस बात पर विश्वास करना कि प्रभु का अभिषेक मुझ पर है और प्रभु का वो लक्ष्य मेरे जीवन से प्रभु पूरा करेगा। കൊറോണയിൽ ഉണ്ടായ പ്രതിസന്ധിയോ ദാരിദ്ര്യമോ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളോ പ്രയാസങ്ങൾക്കോ ആ ലക്ഷ്യത്തിൽ തടഞ്ഞു വെക്കുവാൻ സാധ്യമല്ല. കാരണം ആ ലക്ഷ്യത്തെ നിറവേറ്റുന്ന യഹോവയുടെ അഭിഷേകമാണ്. और ये कोरोना हो, उसके खातिर तुम्हारे जीवन में आई हुई गरीबी हो या अकाल हो, कोई भी तरह की बात हो, वो तुम्हारे पर उद्देश्य को, लक्ष्य को पूरा करते हुए पूरा करने के लिए रुकावट नहीं लाएगा, क्योंकि वो अभिषेक प्रभु की ओर से तुम्हें मिला है। പതിനായിരക്കണക്കിന് വിശ്വാസികളായിരിക്കുന്ന പ്രവർത്തകർ, ദൈവവേലക്കാർ കാലഘട്ടങ്ങളിലൂടെ
നടന്നു നീങ്ങി പതറാതെ പരാജയപ്പെടാതെ അവർ മുന്നോട്ട് നീങ്ങിയത് ഈ അഭിഷേകം മുഖാന്തരം ഉണ്ടായ ലക്ഷ്യത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. और हजारों के तादाद पर परमेश्वर के दास लोग, परमेश्वर के सेवक लोग इसी जो है उम्मीद के साथ अपनी सेवा में आगे बढ़ते जा रहे हैं. वो जानते हैं कि प्रभु का अभिषेक मुझ पर है और प्रभु अपनी लक्ष्य को मेरे द्वारा पूरा करेगा. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളെ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധി മുഖാന്തരം, നിങ്ങളുടെ ദാരിദ്ര്യം മുഖാന്തരം, നിങ്ങളുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അപമാനങ്ങൾ, വിഷയങ്ങൾ മുഖാന്തരം, നിങ്ങളുടെ ശൂന്യത മുഖാന്തരം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തെറ്റിപ്പോകരുത്. ലക്ഷ്യത്തിൽ എല്ലാ കാലയളവുകളിലും ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ലക്ഷ്യത്തിന് മാത്രമേ നിങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. और मैं प्यारे परमेश्वर के लोगों से ये बात कहकर तुम्हें दृढ़ करना चाहूंगा, तुम्हारे जीवन में आने वाली कोई भी बीमारी हो, भूख हो, अकाल हो, पीड़ा हो, संकट हो, मुसीबत हो या निंदा हो, परमेश्वर का लक्ष्य तुम्हारे जीवन में पूरा करने से वो बाधा ना लाए. दृढ़ता के साथ बने रहे, प्रभु अपनी मकसद को तुम्हारे जीवन में पूरी करेगा. നിർഭാഗ്യവശാൽ പല ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഈ പോർക്കളത്തിൽ. കാരണം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അവർ ജീവിക്കുമ്പോൾ, അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയതിനാൽ, അഭിഷേകത്തിന്റെ പർപ്പസിൽ നിന്നും അവർ തെറ്റിപ്പോയതിനാൽ നിർഭാഗ്യവശാൽ അനവധി ആളുകൾ ഈ പോർക്കളത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളിൽ ആരും ഈ പരാജയത്തിന്റെ സമ്മാനം കൊടുക്കാൻ ഇടവരരുത്. ഈ പോർക്കളത്തിൽ യുദ്ധം ചെയ്ത് ലക്ഷ്യം നിങ്ങൾ നിറവേറ്റണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. और बड़ी दुर्भाग्य की बात है, बहुत सारे परमेश्वर के दास लोगों ने जो है ऐसी परिस्थितियों में हार मान लिया और वो पीछे हट गए, परमेश्वर के लक्ष्य को वो पूरे नहीं कर पाए. लेकिन हम में से कोई भी ऐसा हमारी अनुभव ना हो. परमेश्वर ने जो अभिषेक हमारे ऊपर दिया है, उस लक्ष्य को हमें पूरा करते जाना है. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ വേദിയും ഒരു പ്രസ്ഥാനവും ഒരു വിഷനിലൂടെ, ഒരു മിഷനിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് കൊണ്ട്, കുറച്ച് വേലക്കാർ, പ്രവർത്തനങ്ങൾ, സഭകൾ നിങ്ങൾക്കുള്ളത് കൊണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ മറ്റൊരു വഴിയിലേക്ക് നീങ്ങി നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, അതിന്റെ നാൾവഴികളിലൂടെ ഏതെല്ലാം വിധത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായെന്ന് പറഞ്ഞാലും അവയൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും മറിച്ചു കളയുവാൻ ഇടവരുത്തരുത്. അഭിഷേകത്തിന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ശക്തമായി നിലകൊള്ളുക. ലക്ഷ്യം നിങ്ങളിൽ നിറവേറ്റപ്പെടും. और परमेश्वर ने इस संस्था को जरूर देखा है और तुम्हारे जरिए परमेश्वर अपनी सेवा को पूरी करने वाला है. मैं आप लोगों से यही कहना चाहूंगा, जो लोग प्रभु की सेवा में लगे हुए हैं, बड़ी जिम्मेदारी के साथ परमेश्वर के उस अभिषेक का पूरा उपयोग करेंगे और प्रभु के उस लक्ष्य को हमारे जीवन से पूरा होते हुए देखेंगे. 28 വർഷമായി ബൈബിൾ കോളേജിന്റെ പഠനവും കൂടെ ഞാൻ നോക്കിയാൽ ഞാൻ കർത്താവിന്റെ വേലയിലാണ്. और लगभग पिछले 28 साल से और बाइबल कॉलेज की पढ़ाई को लेकर मैं प्रभु की सेवा में लगा हुआ हूँ. എന്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ്. और मेरे उम्र की 18वें साल में प्रभु की सेवा के लिए निकल पड़ा हुआ एक नौजवान था मैं. എന്റെ മേൽ പകർന്നിരിക്കുന്ന ലക്ഷ്യത്തെ എടുത്തു കളയുവാൻ പല വഴികളും, പല ചാൻസുകളും, പല ഓപ്പർച്യൂണിറ്റികളും എന്റെ ലൈഫിൽ ഒന്നിന് പുറകെ ഒന്നൊന്നായി വന്നിട്ടുണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികളെ ഞാൻ കണ്ടിട്ടുണ്ട്, രോഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ബന്ധങ്ങളെയും സ്ഥാനങ്ങളെയും അധികാരങ്ങളെയും വഴികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും എന്നെ മറിച്ചു കളയുവാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ഒരു ലക്ഷ്യബോധമുണ്ട്. അത് നിറവേറ്റുന്നിടം വരെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ആളാണ്. और ये मेरे जीवन का अनुभव है. कई प्रकार की बाधाएं
मेरे सामने आए, कई प्रकार की दुख, मुसीबत, संकट, पीड़ा और कई प्रकार की परीक्षाएं मेरे जीवन में आए, ताकि परमेश्वर के अभिषेक के उस लक्ष्य को मेरे जीवन से हटा ले। लेकिन परमेश्वर की कृपा के द्वारा आज तक मैं परमेश्वर में बना हुआ हूं और परमेश्वर अपनी लक्ष्य को मेरे जीवन के द्वारा पूरा करता जा रहा है। യേശു കർത്താവിന്റെ വിശ്വാസം സ്വീകരിച്ച് ആദ്യമായി ദൈവസഭകളിലേക്ക് ഈ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസി ജനങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലോ ലൈഫിലോ ഉണ്ടായേക്കാം. പക്ഷെ ഈ വിശ്വാസ ജീവിതത്തിന് വില കൊടുത്തുകൊണ്ട് അതിശക്തമായ സ്റ്റെപ്പുള്ളവരായി നിങ്ങൾ സഹോദരിമാർ, സഹോദരങ്ങൾ, ദൈവസഭ അങ്ങനെ മുന്നോട്ട് വരിക. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ അവൻ പകർന്നിരിക്കുന്നു. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. और ऐसी सभाओं में पहले या नए नए आए हुए विश्वासियों से मुझे यही कहना है, कई प्रकार की बाधाएं, रुकावट तुम्हारे विश्वास के जीवन में आएंगे, लेकिन तुम्हें हार नहीं मानना है। जो है प्रभु पर पूरा विश्वास करना है, वचन में दृढ़ रहना है। प्रभु का अभिषेक अपनी मकसद को तुम्हारे जीवन में पूरा करके रहेगा। ഏലിയാവ് ചൂരച്ചിലയുടെ ചുവട്ടിൽ പോയി കിടന്നിട്ട് പറഞ്ഞു, എനിക്കെല്ലാം അത് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇന്ന് വരെയുള്ള എന്റെ ലീഡർഷിപ്പ് ഞാൻ അവസാനിപ്പിക്കുക. എന്റെ എല്ലാ കോളുകളും പ്രവചനങ്ങളും എന്നെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പക്ഷെ ആ ലീഡർ, ആ ഏലിയാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന അഭിഷേകത്തിന് നിറവുള്ളതിനാൽ അവൻ ഒരു നിമിഷം അത് അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ചാലും ദൈവം അത് അനുവദിച്ചില്ല. और एलिया के जीवन के अनुभव को हम देखते हैं, झाड़ी के नीचे जाकर बैठ गया और प्रभु से प्रार्थना करने लगा, प्रभु मेरी सेवकाई खत्म हो गई है, मैं इसके आगे नहीं बढ़ पाऊंगा। लेकिन बाद में हम देखते हैं परमेश्वर का अभिषेक की समझ जब उसके अंदर आती है, परमेश्वर का मकसद को वो जानता है और बड़ी उत्साह के साथ अपनी सेवा करने के लिए वो आगे बढ़ता जाता है। ഇതിന്റെ അകത്തിരിക്കുന്ന ചില സഹോദരി സഹോദരങ്ങളോട് ദൈവത്തിന്റെ വേലക്കാരോട് പരിശുദ്ധാത്മാവി മെസ്സേജിലൂടെ ഇപ്പോൾ നിങ്ങളെ തട്ടി ഉണർത്തുകയാണ്. നിങ്ങൾ അവസാനിപ്പിച്ചേക്കാം, ശുശ്രൂഷ നിർത്തിയേക്കാം, മറ്റൊരു വഴികളിലേക്ക് ഇനി പോയേക്കാം, ക്രിസ്തീയ ജീവിതം ഇനി അവസാനിപ്പിച്ചേക്കാം, മറ്റൊരു വഴിയിലൂടെ ഇനി പോയേക്കാം, ഇനി എനിക്ക് മുന്നോട്ട് പോകുവാൻ ഈ വേലയിൽ സാധ്യമല്ല, എന്റെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ എന്റെ ബിസിനസ്സുകൾ തകർന്നിരിക്കുന്നു, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നാലെല്ലാം അസ്തമിച്ചു തോന്നുന്ന ജീവിത നാൾവഴികളിലൂടെ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തട്ടി ഉണർത്തി ഉറപ്പിപ്പാൻ കഴിയുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നിന്നെ കുറിച്ചുള്ള പർപ്പസ് ഒന്നും അവസാനിച്ചിട്ടില്ല. എഴുന്നേറ്റധികം പ്രകാശിക്കുക, എഴുന്നേറ്റുണരുക, അധികം പ്രകാശിക്കപ്പെടുക. और आज मुझे ध्यान से सुनने वाले मेरे भाइयों से, बहनों से, परमेश्वर के दासों से, प्रभु की आत्मा की अगुवाई के द्वारा मैं ये कहना चाहूंगा, आपको लगता होगा कि मेरी सेवकाई, मेरा जीवन समाप्त हो गया, ये विश्वास में मैं नहीं रह पाऊंगा, मैं और कुछ करने के लिए आगे बढ़ जाऊंगा, लेकिन ऐसा नहीं है। परमेश्वर का अभिषेक तुम्हारे ऊपर है और उस मकसद को पूरा करने के लिए जब तुम अपने आप को समर्पित करोगे तो जरूर परमेश्वर तुम्हारे द्वारा अपने उस मकसद को पूरा करेगा। Praise the Lord. हालेलुया। നിന്റെ ശുശ്രൂഷകളെ ഞാൻ പല വിധത്തിലോട്ട് വേർതിരിക്കാൻ പോവുകയാണ്. और तेरी सेवकाइयों को मैं कई दिशाओं में फैलाने वाला हूं। നിന്റെ ജീവിതത്തിന്റെ എൻറ്റയർ ലൈഫ് പീരിയഡ് മുഴുവനും ഞാൻ പല മേഖലകളിലോട്ട് വേർതിരിക്കാൻ പോവുകയാണ്. और तुम्हारे जीवन को, तुम्हारे उम्र की सालों को कई दिशाओं में, कई जगहों में मैं फैलाने जा रहा हूं। നീ കഴിഞ്ഞ കാലങ്ങളിൽ പല നാളുകളായി ഇതുവരെയും അനേക ഹൃദയങ്ങൾക്ക് സമാധാനമായി തീർന്നു. പക്ഷെ ഇനിയുള്ള നാളുകളിൽ അതുപോലെയല്ല. അഡീഷണലായി, അസാധാരണമായി അനവധി ഹൃദയങ്ങൾ, തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ നീ കെട്ടുവാൻ പോകുന്നു, പണിയുവാൻ പോകുന്നു. ആ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടാൻ പോകുന്ന ഒരു മേഖലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലരെ അവിടുന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്.
और परमेश्वर की आत्मा कहती है तुम में से कुछ लोग बहुत लोगों के लिए एक सांत्वना और एक शांति के जन बनकर रहे, लेकिन आने वाले दिनों में और भी अनेक टूटे मन वालों के लिए एक आश्वासन बनकर, एक शांति का दूत बनकर परमेश्वर तुम्हें इस्तेमाल करने वाला है और प्रभु इस सेवकाई के लिए तुम्हें तैयार कर रहा है। Praise the Lord. തകർന്നവരെ മുറിവ് കെട്ടുക. और जो टूटे हुए हैं उनको जो है मरम पट्टी बांधने, ഹൃദയം തകർന്ന് കിടക്കുന്നവരുടെ മുറിവുകൾ കെട്ടുക. और जिसका दिल टूटा है ऐसे लोगों को जो है सांत्वना शांति देने के लिए। ഈ തകർന്ന് കിടക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? और ये टूट कर पड़ा रहना, इसका मतलब क्या है? ചിതറി കിടക്കുകയാണ്. और तितर बितर होकर उसका जीवन जो है बिखर गया है। അനവധി ആളുകൾക്ക് ഹൃദയമുണ്ട്, പക്ഷെ മുഴുവൻ കൺഫ്യൂഷനാണ്. और कई प्रकार के लोग ऐसे हैं, उनका दिल तो है लेकिन कई प्रकार की शंकाएं उनके अंदर रहती है। അനവധി ആളുകൾക്ക് ഹൃദയമുണ്ട്, പക്ഷെ മുഴുവനും വൂണ്ടാണ്, മുറിവാണ്. और कई प्रकार के लोग ऐसे हैं, उनके अंदर दिल तो है लेकिन पूरे घाव से भरा हुआ है। ജീവിതം മുഴുവനും മുറിവാണ്. और उनका जिंदगी पूरी तरह ശുശ്രൂഷയുടെ കാലഘട്ടം മുഴുവനും മുറിവാണ്. ജോലിയുടെ കാലഘട്ടം മുഴുവനും മുറിവാണ്. മുറിവ് മാത്രമേ ഉള്ളൂ. और उनकी सेवकाई की समय, उनका नौकरी का समय, सारे समयों में उन्होंने बड़ा घाव अनुभव किया है। മുറിവുകളെ കെട്ടുക. लेकिन उन घावों को बांधना, തകർന്നു കിടക്കുന്നവരെ കെട്ടണമെങ്കിൽ ഒരു നിയോഗം വേണം. और टूटे हुए मन वालों को बांधना है तो एक परमेश्वर का अगुवाही चाहिए। ആ നിയോഗം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. और उस अगुवाई को आज परमेश्वर की आत्मा तुम्हें देने वाला है। ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. और तुम्हारे दिलों में शांति देने वाला है। ഹൃദയങ്ങളെ പണിയണം. और तुम्हारे दिलों को बनाना है तुम्हें। ഹൃദയങ്ങളെ പണിയുക എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ പണിയുകയാണ്. और दिलों को बनाना मतलब परिवारों को बनाना है प्रभु में। ഹൃദയങ്ങൾ മുറിവ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഭവനങ്ങൾ, കമ്മ്യൂണിറ്റി, രാജ്യം പോലും പണിയുകയാണ്. और उनके दिलों को बनाना या उनके घावों को बांधना मतलब परिवारों को, समाज को, सोसाइटी और उस देश को बनाना है। ഇത് വലിയൊരു ആഴമുള്ള മേഖലയാണ്. വളരെ ഡീപ്പായ ഒരു മേഖലയാണിത്. और ये जो चीज है बड़ी गहरी, आपको समझने वाली बात है। ये എത്ര നിലവാരമുള്ള മേഖലകളിലുള്ള ഹൃദയങ്ങളെയാണ് നിങ്ങൾക്ക് പണിയേണ്ടത്. और किन किन प्रकार के घाव से भरे हुए दिलों को तुम्हें सांत्वना या बांधना है। സ്വന്തം കുടുംബം മാത്രം പണിതാൽ മതിയോ? और केवल अपने परिवार वालों के घावों को बांधो तो चलेगा? അത്ര അഭിഷേകമുള്ളോ? और क्या तुम्हारा अभिषेक इतना ही നമ്മുടെ है? സഭയിലുള്ള ഹൃദയങ്ങളെ മുഴുവൻ പണിതാൽ മതിയോ? या फिर हमारी कलीसिया के लोगों के घाव को बांधे केवल? അത് അത്ര അഭിഷേകമുള്ളോ? या फिर तुम्हारा अभिषेक इतना ही है? ഒരു കമ്മ്യൂണിറ്റി മുഴുവനുമുള്ള ഹൃദയങ്ങളെ പണിയണം, അത്ര അഭിഷേകമുള്ളോ? या फिर हमारे समाज के सारे लोगों के घावों को बांधे, क्या इतना ही अभिषेक है? മലയാളി കമ്മ്യൂണിറ്റിയുടെ ഹൃദയം മാത്രം പണിത് നടക്കുന്ന അഭിഷേകത്തിലാണ് നിൽക്കുന്നത്. और केवल मलयालम बोलने वाले लोगों के समाज को जो है उन्नति की ओर या फिर उनके घावों को बांधना ही नहीं हमारी जिम्मेदारी। അത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുമുള്ള ഹൃദയങ്ങളെ പണിയുവാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? आमीन। या फिर हमारे भारत देश के सारे जातियों के बीच में जाकर प्रभु की शांति और उस घाव भरे दिलों को बांधने की बड़ा अभिषेक हमारे ऊपर है। പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ഒരു മിഷൻ കോളിലേക്കാണ് ഈ സന്ദേശം വിരച്ചുകൊണ്ടുവന്നത്. और परमेश्वर की आत्मा तुम्हें उस सेवकाई में बुला रहा है और प्रभु आज तुम्हें अपनी आवाज देकर बुलाता है। ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം പണിത് നടക്കുന്നവർക്ക് അവരുടെ ബൗണ്ടറിയെ പൊളിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു നിയോഗം തരുകയാണ്. और कुछ लोग केवल अपनी सीमाओं में सेवकाई करते हैं, लेकिन उन सीमाओं को तोड़कर आगे बढ़ने के लिए आज परमेश्वर की आत्मा तुम्हें बुलाता है। ഒരു ഭാഷയിലും ഒരു കമ്മ്യൂണിറ്റിയിലും മാത്രം നിന്ന് സമാധാനം കണ്ടെത്തുന്നവർക്ക് പല ഭാഷ
ഭാഷകളിലോട്ട്, പല സംസ്ഥാനങ്ങളിലോട്ട്, പല ജാതികളിലോട്ട്, പല വ്യക്തികളിലോട്ട്, പല മേഖലകളിലോട്ട് പറഞ്ഞ് പൊളിച്ചടുക്കി മൊത്തമായി ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് പണിയുന്ന ഒരളവിലേക്ക് ഈ അഭിഷേകം ഇന്ന് പകൽ വിരച്ചുകൊണ്ടുകയാണ്. और जो लोग केवल एक भाषा में सीमित है, आज प्रभु की आत्मा तुम्हें बुलाता है कि उन भाषाओं की सीमा को तोड़कर अन्य जातियों के बीच में जाकर उनके घावों को बांधे, परमेश्वर का सुसमाचार बताए, और ऐसे हम परमेश्वर के राज्य को बढ़ाते जाएंगे. ഈ ഒരു കാലത്തിലേക്കാണ് കൊറോണ നമ്മളെ വിരച്ചുകൊണ്ടുന്നത്. और ऐसे एक जमाने की ओर कोरोना हमें उंगली दिखाता है कि तुम्हें जाना है. കൊറോണയ്ക്കകത്തൊരു സന്ദേശമുണ്ട്. और कोरोना इस बीमारी के अंदर भी एक संदेश है. കൊറോണയ്ക്ക് ഏത് ഭാഷക്കാരെന്ന വിഷയമല്ല. और कोरोना को कोई भी भाषा का व्यक्ति हो उसके लिए कोई വലിയവനെന്നോ ചെറിയവനെന്നോ ചെറിയ പ്രായക്കാരെന്നോ ചെറിയ സ്മോൾ എന്നോ ഒന്നും വിഷയമല്ല. और इस बीमारी में कोई भेदभाव नहीं है. अमीर हो, गरीब हो, छोटा व्यक्ति हो या बड़ा व्यक्ति हो, वो कुछ भी नहीं देखता. സുവിശേഷം ആ വിധത്തിൽ ഇന്ന് പകൽ വിരച്ചുകൊണ്ടുകയാണ്. और सुसमाचार भी ऐसे ही हमें याद दिलाता है. ഏത് മേഖലയിലോട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ വിരച്ചുകൊണ്ടുവന്നതോ ആ വിധത്തിൽ നിങ്ങൾ തയ്യാറായാൽ ബൗണ്ടറിയുടെ അപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യമുണ്ട്. ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और जिस दिशा की ओर परमेश्वर की आत्मा तुम्हें प्रेरणा या अगुवाई देता है, प्रभु कहता है कि जाओ, मेरा अभिषेक तुम्हारे ऊपर है और तुम उस मकसद को, लक्ष्य को पूरा कर पाओगे. അതിന് പണം തടസ്സമല്ല, നിങ്ങളുടെ സാഹചര്യങ്ങൾ തടസ്സമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ തടസ്സമല്ല. നമ്മുടെ തീരുമാനത്തിനാണ് ഇന്ന് പകൽ വിലയുള്ളത്. और उसके लिए पैसा कोई रुकावट नहीं है, तुम्हारे परिवार की परिस्थिति रुकावट नहीं है, तुम्हारे हालात रुकावट नहीं है. अगर तुम तैयार हो तो प्रभु की आत्मा तुम्हें उसे करने के लिए तैयार करेगा. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അനവധി ആളുകളുടെ ഹൃദയങ്ങൾക്ക് മുറിവ് കെട്ടിക്കൊടുക്കുവാൻ ഇവിടെയുള്ള വേലക്കാരെ ഭാഷാ വ്യത്യാസമില്ലാതെ, സംസ്കാരം വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ വ്യക്തികൾ വ്യത്യാസമില്ലാതെ, കുടിലുകൾ മുതൽ കൊട്ടാരം വരെ ഭാഷാ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ ഒരു വലിയ അഭിഷേകത്തിന് നിലവറ ഈ പ്രവർത്തനത്തിന്റെ മേൽ, ഈ മിനിസ്ട്രിയുടെ മേൽ, നിങ്ങളുടെ മേൽ ഇന്ന് കർത്താവ് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. और आज मेरे परमेश्वर से मेरी यही दुआ है, भाषाओं की सारी सीमाओं को तोड़कर हम जाएंगे, हालेलुया, परमेश्वर के नाम से. जो इंसानों के दिल टूटा हुआ है, जिनके दिलों में घाव है, परमेश्वर का शुभ संदेश सुनाएंगे, परमेश्वर का प्यार बांटेंगे, प्रभु की जिम्मेदारी को हमारे जीवन के द्वारा पूरी करेंगे. हालेलुया. ഹൃദയങ്ങളൊക്കെ മുറിവ് കെട്ടിക്കഴിയുമ്പോൾ ഭയങ്കര അസാധാരണ ഒരു യൂണിറ്റി ഉണ്ടാവും. और जब उनके दिल के घाव को हम मरम पट्टी बांधेंगे, एक बड़ी असाधारण तरीके की एकता हमारे बीच में आएगी. ആ യൂണിറ്റിയിൽ വലിയൊരു വേവ് നടക്കും, ഒരു വലിയ ഉയർച്ച നടക്കും. और जब हम एक हो जाएंगे, उसके द्वारा एक बड़ा प्रभु का कार्य प्रकट होगा. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നീങ്ങും. और दूसरे सीढ़ी की ओर हम बढ़ेंगे. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തടവുകാർക്ക് വിടുതൽ കൊടുക്കുക. और दूसरा सीढ़ी जो बंदी गृह में है उनको स्वतंत्र करना है. ബോണ്ടേജസ് അഴിഞ്ഞു മാറും. और जो बंधुआई में है वो लोग खुल जाएंगे. നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലോട്ട് നമ്മൾ ചെന്നെത്തും. और जहां पर हम पहुंच नहीं पाते वहां पर हम पहुंच जाएंगे. ഈ സമയത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ബോണ്ടേജിലാണോ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ ഗെറ്റ് റിലീസ്, ഇപ്പോൾ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടട്ടെ. और तुम्हारे जीवन के जिस क्षेत्र में अब बंधुआई का अनुभव करते हो, प्रभु यीशु के नाम से उस बंधुआई से मैं तुम्हें स्वतंत्र कर रहा हूं. ശുശ്രൂഷയെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ജീവിതത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന
തലമുറകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആരോഗ്യത്തെ തളർത്തിക്കളയുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിച്ചു കളയുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ ഗെറ്റ് റിലീസ്, ഇപ്പോൾ റിലീസായി തീർന്നിട്ട് ഡെലിവറൻസ് സംഭവിച്ചിട്ട് ഈ അഭിഷേകത്തിന്റെ ഉദ്ദേശം നിങ്ങളുടെ ലൈഫിൽ ദൈവം പൂർത്തീകരിക്കട്ടെ. हालेलुया। मैं परमेश्वर की आत्मा की अगुवाई के द्वारा कहूंगा, तुम्हारे जीवन के जिस क्षेत्र में जो है बंधुआई का अनुभव तुम करते हो, परिवार को लेकर या बच्चों को लेकर, भविष्य को लेकर, प्रभु तुम्हें आज इस समय उन सारे बंधनों से स्वतंत्र करता है। जाइए, परमेश्वर तुम्हारे साथ रहेगा। ചില നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ തക്കവണ്ണം, നിങ്ങൾക്ക് ലഭിക്കാതെ വണ്ണം അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. और कुछ भलाइयों को उन्होंने रोक रखा है ताकि तुम्हें वो नहीं मिले। അധ്വാനിച്ചിട്ട് നന്മകൾ ഉണ്ടാകാത്ത വിധത്തിൽ, നന്മകൾ വരാൻ കഴിയാത്ത വിധത്തിൽ അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ യേശുവിൻ നാമത്തിൽ ഗെറ്റ് ഡെലിവറൻസ്, അവരുടെ വിടുതൽ വ്യാപിക്കട്ടെ, നന്മകൾ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ പ്രവൃത്തി വന്നിറങ്ങി നന്മകളെ കൊണ്ട് കൊടുക്കട്ടെ, അത് സംഭവിക്കട്ടെ. हालेलुया। और जो है आप मेहनत करते हो, परिश्रम करते हो, लेकिन प्रतिफल या उसमें से कुछ आप नहीं पाते हो, ऐसे बंधनों को यीशु के नाम से हम खोलकर तुम्हें स्वतंत्र करते हैं। അഭിഷേകത്തിന്റെ രണ്ടാമത്തെ ലെവലാണത്. और अभिषेक का दूसरा स्तर है वो, ബോണ്ടേജുകൾ അഴിഞ്ഞു മാറുക, और सारे बंधुआई को खुल जाना है, തടവിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ, और बंदियों को स्वतंत्रता की बुलाहट में। ചില ആളുകൾ 20 വർഷമായി ശുശ്രൂഷയിലായിരിക്കും. और कुछ लोग पिछले 20 साल से सेवकाई में हैं, അവർ അനേകരുടെ വിഷയങ്ങൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. और अनेक दूसरे लोगों के छुटकारा के लिए वो प्रार्थना करते हैं। പ്രാർത്ഥിച്ച ആൾക്കാരുടെയൊക്കെ വിടുതൽ മാറി, പക്ഷെ പ്രാർത്ഥിച്ച ആളുടെ വിടുതൽ മാറിയിട്ടില്ല. और जिन जिन लोगों को उन्होंने प्रार्थना किया, जिसके लिए वो लोग छुटकारा पाए, लेकिन ये स्वयं छुटकारा नहीं पाया है। ഇങ്ങനെ അനവധി ആളുകളുണ്ട്. और ऐसे बहुत से लोग हैं। അഭിഷേകത്തിന്റെ പർപ്പസ് ഇന്ന് പകൽ തിരിച്ചറിയണം. और अभिषेक का लक्ष्य को तुम्हें आज पहचानना है। ലക്ഷ്യം തെറ്റി ഓടിയാൽ ഒരു ബോണ്ടേജിൽ നാം പോയി കിടക്കും. और लक्ष्य को चूक जाए तो एक बड़ा बंधन हमारे ऊपर आ जाएगा। പ്രസംഗിക്കാൻ കൊടുക്കുന്നത് പാടാൻ പോലെ, और जहां पर तुम्हें प्रचार करने बुलाते हैं वहां पर गीत नहीं गाना है। പായിടാൻ പറയുന്ന വിളി തമ്പലടിക്കാൻ പോലെ, और जहां पर तुम्हें चटाई बिछाने के लिए बोलता है तो ढोल या ऐसा बाजा नहीं बजाना है। ദൈവം അവനവനെ വ്യത്യസ്ത നിലകളിൽ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. और परमेश्वर ने हर एक को खास मकसद से बुलाकर सेवकाई में ठहराया है। എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഇന്ന് പകൽ ഉറപ്പിച്ചാൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. आज अब उस बात को समझ ले कि परमेश्वर ने मुझे किस उद्देश्य से बुलाया है, तो तुम्हारे जीवन के बंधन से आज आप स्वतंत्र हो जाओगे। Praise the Lord. Hallelujah. Hallelujah. Praise the Lord. റെയ്നാഡ് ബോങ്കയുടെ ശുശ്രൂഷ ക്രൈസ്റ്റ് ഫോർ നാഷൻസ് എന്ന് പറയുന്ന തന്റെ ഏറ്റവും വലിയ മിനിസ്ട്രിയിൽ തന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ തനിക്ക് ഒരു ശുശ്രൂഷകനെ ആ പ്രവർത്തനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. और रेनहार्ड बोंके क्राइस्ट फॉर नेशन, ऑल नेशंस, उस संस्था के वो अगुवे हैं, और उनके जीवन काल के अंतिम समयों में इस सेवा को आगे बढ़ाने के लिए कौन जो है बिल्कुल उसके लिए अच्छा व्यक्ति ढूंढकर वो प्रभु के दास ढूंढ रहे थे ऐसे व्यक्ति को। എല്ലാവരും വിചാരിച്ചു തന്റെ മകനെ താൻ സെലക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. और सभी लोगों ने ऐसे सोचा कि अपने बेटे को ही अपनी पद पर वो लाएंगे। എല്ലാവരും കാത്തിരിക്കുകയാണ് തന്റെ മകനെ സെലക്ട് ചെയ്യും നിയോഗിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോൾ, और जब सब लोग ऐसे विचार कर रहे थे अपने बेटे को ही अपना स्थान में वो नियुक्त करेंगे और उसके लिए तैयारी कर रहे थे, താൻ തന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമായി തന്റെ ഓഫീസിൽ നിന്റെ പ്രവർത്തകരോട് ഇങ്ങനെ അഭിസംബോധന ചെയ്തു. और अपने प्रार्थना के समय के पश्चात अपने दफ्तर के लोगों से जब वो भेंट कर रहा था,
ഈ പ്രവർത്തനത്തിന്മേൽ ദൈവത്തിന്റെ ഒരു അഭിഷേകമുണ്ട്, അതിനൊരു ലക്ഷ്യബോധമുണ്ട്. അത് നിറവേറ്റുവാൻ മകൻ യോഗ്യനല്ല, അതിനേക്കാളുപരി മറ്റൊരുവൻ ഇതിന്റെ ഇടയിലുണ്ട്. അവനെയാണ് ഞാൻ ഈ സ്ഥാനത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. और उन्होंने अपने लोगों से जब वो भेंट कर रहे थे तो उन्होंने कहा कि परमेश्वर का जो सेवा है उसके ऊपर प्रभु का अभिषेक है और एक बड़ा लक्ष्य परमेश्वर का है, और उसके लिए मेरा बेटा काबिल नहीं है, इसलिए उस जगह पर यहीं पर एक दूसरा व्यक्ति खड़ा है. ആത്മശുശ്രൂഷകനായ ബോങ്കയ്ക്കറിയാം തടവുകാർക്ക് വിടുതൽ കൊടുക്കേണ്ട ശുശ്രൂഷ മകനായതുകൊണ്ട് സാധിക്കത്തില്ല, ബന്ധുവായതുകൊണ്ട് സാധിക്കത്തില്ല, എന്റെ ഇഷ്ടക്കാരനായതുകൊണ്ട് സാധിക്കത്തില്ല. ആ ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ നിറവിന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ അത് തിരിച്ചറിയുന്ന വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ. हालेलुया. परमेश्वर के दास रेनहार्ड बॉन्के जानते थे जो लोग बंधुए में हैं, जिनके दिल में घाव है, उनको शांति देने के लिए जो है मेरे बेटे से हो नहीं पाएगा, लेकिन ऐसा अभिषेक से भरे हुए लोग हैं और मैं उनको जो है मेरे जगह पर चुनना चाहूंगा. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചോദിക്കുകയാണ്, സെക്കൻഡ് ലെവൽ അഭിഷേകത്തിന്റെ രണ്ടാമത്തെ ലെവലിലേക്ക് നാം വരുവാൻ തയ്യാറാണോ? आज परमेश्वर की आत्मा हमसे पूछती है, क्या उस पवित्र आत्मा के दूसरे स्तर में आने के लिए हम चाहते हैं? നാം വരുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചുള്ള വിളിയെയും നമ്മുടെ അകത്തുള്ള അഭിഷേകത്തിന്റെ ലക്ഷ്യബോധത്തിൽ ഒന്നുകൂടെ ഇന്ന് പകൽ രാത്രിയിൽ നാം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. अगर उसके लिए हम तैयार हैं, दूसरे स्तर से आगे बढ़ने के लिए हमारी बुलाहट और हमारा अभिषेक प्रभु ने किस लिए किया है, उस जिम्मेदारी को अच्छी तरह समझ लेना है. ഉറപ്പിക്കുന്ന നിമിഷം ചില ബന്ധങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുകയാണ്. और जब उस बात को आप दृढ़ करते हो, तुम्हारे जीवन के कुछ बंधन उसी समय खुल जाएंगे. എന്നെ വിളിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകൾ ഞാൻ ചെയ്യില്ല, എന്നെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞാൻ തയ്യാറല്ല. എന്നെ കുറിച്ച് മറ്റൊരു പദ്ധതി ദൈവത്തിനുണ്ട്, അതിനുവേണ്ടി ഞാൻ നിന്നുകൊടുത്താൽ തയ്യാറായാൽ അസാധാരണമായ ഒരു പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി അനേകരുടെ ഹൃദയങ്ങളെ, മുറിവുകളെ കെട്ടുവാനും തടവുകളെ അഴിച്ചു കളയുവാനും പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കുകയാണ്. आज अपने आप को परमेश्वर के सामने समर्पित करेंगे, अपनी जिम्मेदारी को समझेंगे और जिस लक्ष्य से प्रभु ने तुम्हारे ऊपर बुलाहट दिया है उसे समझकर प्रभु की योजना के लिए हम अपने आप को समर्पित करेंगे, परमेश्वर की सेवा में आगे बढ़ते रहेंगे. ഒരു പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ അറിയുന്ന യഹോവയുടെ അഭിഷേകം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് കിടക്കുന്ന ബോണ്ടേജുകളെ, തടവുകളെ അവൻ അഴിച്ചു മാറ്റുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. അറിയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിനും ജീവിതത്തിനും പ്രയോജനമുള്ള വ്യക്തിയായി തീരാൻ പോകുന്നു. आज ऐसी सभाओं में शायद आप पहली बार आए होंगे, ऐसे वचनों को पहली बार सुनते होंगे, लेकिन परमेश्वर की एक बड़ी योजना तुम्हारे जीवन के बारे में है. उसे आप समझो, प्रभु के सामने समर्पित करो. परमेश्वर तुम्हें अभिषेक करेगा ताकि आप दूसरों के लिए एक अनुग्रह का कारण बन जाए. പാസ്റ്റർ വിളിച്ചത് കൊണ്ടോ പരിചയപ്പെട്ടത് കൊണ്ടോ അല്ല ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അഭിഷേകം നിങ്ങളിലൂടെ പകരുവാൻ, അതിന്മേൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ആ ഉദ്ദേശം നിങ്ങളുടെ ലൈഫിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് യഹോവയായ ദൈവം ഇന്ന് പകൽ ഈ കോൺഗ്രിഗേഷനിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അസാധാരണമായ ദൈവത്തിന്റെ അഭിഷേകത്തിന് ഒരു ലക്ഷ്യബോധമുണ്ട്. നിങ്ങൾ വിട്ടുകൊടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഏൽപ്പിക്കുക. ഈ അഭിഷേകം നിങ്ങളിൽ ആ ഉദ്ദേശം നിർവഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. हालेलुया. परमेश्वर के भक्तों के लिए मुझे कहना है, आप ऐसे ही अचानक किसी के बुलाने से नहीं, लेकिन एक परमेश्वर का बड़ा उद्देश्य तुम्हारे जीवन के बारे में है. उस उद्देश्य को आप समझना, और ताकि परमेश्वर का अभिषेक
तुम्हारे जीवन में उतरकर प्रभु की उस महान योजना को तुम्हारे जीवन के जरिए प्रभु को पूरा कर पाएगा। അഭിഷേകത്തിന്റെ രണ്ടാം ലെവലാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തടവുകാർക്ക് വിടുതൽ കൊടുക്കുക, ഈ ബോണ്ടേജുകൾ അഴിഞ്ഞു മാറുക. അഭിഷേകം മുഖങ്ങളെ തകർക്കും. എത്ര വലിയ മുഖമാണ് നീ ഇന്ന് പകൽ ചുമക്കുന്നതെങ്കിലും അതെടുത്തു മാറ്റുവാൻ, വൈപ്പ് ഔട്ട് ചെയ്യുവാൻ, തകർത്ത് കളയുവാൻ ഇന്ന് പരിശുദ്ധാത്മ യഹോവയുടെ അഭിഷേകം ഇവിടെ വന്നിട്ടുണ്ട്. ആ മുഖങ്ങൾ ചുമക്കേണ്ട, ഇന്ന് പകൽ എറിഞ്ഞു കളയുക. അഭിഷേകം നിനക്ക് അതിനുള്ള ശക്തി പകരുകയാണ്. और अभिषेक का दूसरे स्तर के बारे में मैं आपसे बोल रहा हूं कि बंदियों के लिए स्वतंत्रता का और कैदियों के लिए छुटकारा का प्रचार मैं कर रहा हूं. कितना भी बड़ा जुआ तुम्हारे ऊपर हो, इस अभिषेक के सामर्थ्य से वो जुआ टूट कर तुम बिल्कुल स्वतंत्रता और जीवन में छुटकारा का अनुभव आप कर पाओगे. എന്റെ മെസ്സേജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. और मेरे संदेश के अंतिम भाग की ओर मैं आगे बढ़ रहा हूं. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ഈ നിമിഷങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. और जो कार्य परमेश्वर की आत्मा तुम्हारे जीवन के जरिए करवाना चाहता है, उसके लिए आप तैयार होने के लिए प्रभु की आत्मा तुम्हें याद दिलाता है. ഈ മെസ്സേജ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ക്രിയ ചെയ്താൽ അസാധാരണമായ ഒരു മിനിസ്ട്രി, അസാധാരണമായ ഒരു ശുശ്രൂഷ, അസാധാരണമുള്ള ഒരു സഭ, അസാധാരണമുള്ള ജീവിതത്തിനുടമയായി തീരുവാൻ ഈ കൊറോണയുടെ കാലം കഴിയുമ്പോൾ യഹോവ നിങ്ങളെ നിയന്ത്രിച്ച് ഒരു തിരമാല പോലെയല്ല, ഒരു പെരുവെള്ളത്തിന്റെ പാച്ചിൽ പോലെ, ഇടിമുഴക്കം പോലെ എന്റെ യഹോവ, എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ തട്ടി ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഗ്ലോറി ടു Praise the Lord, praise the Lord, praise the Lord, hallelujah. आज परमेश्वर की आत्मा हमसे कहती है, आज अब उसके लिए तैयार हो जाए तो एक बड़ा अभिषेक तुम्हारे ऊपर आएगा. और जिस लक्ष्य को, जिस योजना को प्रभु ने तुम्हारे जीवन में रखा है, उसे समझकर उसके लिए तुम अपने आप को आगे बढ़ाओगे और सारी प्रकार की आशीषें परमेश्वर तुम्हारे जीवन में उंडेल कर तुम्हें आगे बढ़ाएगा. ബോണ്ടേജ് അഴിഞ്ഞു മാറിയാൽ പിന്നെ മൂന്നാമത്തെ ലെവലിലേക്ക് പോകും. और जब बंधुआई से आप स्वतंत्र हो जाओ तो ഈ മൂന്നാമത്തെ ലെവലിലാണ് ശുശ്രൂഷ ഇരിക്കുന്നത്. और तीसरे स्तर में बड़ी सेवकाई को प्रभु ने रखा है. ഈ മൂന്നാമത്തെ ലെവലിലാണ് ക്രിസ്ത്യൻ ലൈഫ് ഇരിക്കേണ്ടത്. और ये तीसरे स्तर में हमारा मसीही जीवन बना रहना है. അനേകര് ക്രിസ്ത്യൻ ജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഈ മൂന്നാമത്തെ ലെവൽ ഇതുവരെ എത്തിയിട്ടുമില്ല. और बहुत लोगों ने मसीह जीवन का शुरुआत तो किया, लेकिन पहले स्तर में ही है, वो दूसरे स्तर या तीसरे स्तर में वो आगे बढ़ नहीं पा रहे हैं. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ആരാധിക്കുന്നവരാണ്, ഇതൊക്കെ ശരിയാണെങ്കിലും നമുക്ക് മൂന്നാമത്തെ ലെവലിൽ എത്തുമ്പോഴാണ് ദൈവത്തിന് പ്രയോജനകരമായ ഒരു വ്യക്തിയായി ദൈവരാജ്യത്തിൽ നമുക്കാകുവാൻ കഴിയുന്നത്. आपने उद्धार पा लिया, बपतिस्मा ले लिया, आराधनाओं में जाते हो, लेकिन उससे तुम्हारा मसीही जीवन पूर्णता सफल नहीं हुआ है. जब हम इस तीसरे स्तर में पहुंचते हैं, तब जाकर हमारा मसीही जीवन की सफलता पूर्ण हो जाता है. മൂന്നാമത്തെ ലെവൽ എന്തെല്ലാം മിനിസ്ട്രി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് രണ്ടാമത്തെ വാക്യം മുതൽ അഞ്ചാമത്തെ വാക്യം വരെ വായിച്ച് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. और तुम्हारे तीसरे स्तर में कौन कौन से प्रकार की सेवकाइयों को तुम्हें करना है, आज पढ़े हुए उस अध्याय से दूसरे वचन से लेकर 5वें वचन को जब आप पढ़ोगे, आराम से शांति से पढ़ना, तो क्या क्या सेवकाई तुम्हें करनी है तो पता चल जाएगा. മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീഡമാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. और तीसरा स्तर जो है वो पूर्ण स्वतंत्रता का स्तर है. ശുശ്രൂഷയിൽ പൂർണ്ണ സ്വതന്ത്രം, ആത്മനിയോഗത്താൽ ആത്മ ശുശ്രൂഷയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അനുഭവിച്ച് ശുശ്രൂഷിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? और अपने जीवन में सेवकाई में पूर्ण स्वतंत्रता के साथ बिना डरे
प्रभु की सेवकाई करने वाले कितने लोग हैं, अपने हाथों को उठाकर परमेश्वर का धन्यवाद करेंगे। അതോ ഒരു ശുശ്രൂഷകൻ നിരാശരായിട്ടാണോ ഇരിക്കുന്നത്? या फिर अपनी सेवकाई के बाद बड़ी निराश होकर, शोकित होकर आपको बैठना पड़ता है। അനവധി ആളുകൾ ആരാധന നിരാശരായി തീരാറുണ്ട്. और अनेक लोग आराधना के पश्चात निराश हो जाते हैं। പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവർക്ക് ഭയങ്കര വ്യത്യാസമാണ്. लेकिन पूर्ण स्वतंत्रता पाने वाले लोगों में एक बड़ी आनंद की बात होती है। അവർ കടന്നു പോകുന്ന വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അവർ കടന്നു പോകുന്ന വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. और वो जाने वाले मार्गों में रुकावट आएंगे, പക്ഷെ അവർ പ്രതിസന്ധികളെ പരാജയങ്ങളെ അവർ മറികടക്കും. लेकिन वो सारे रुकावटों के परे वो धैर्य से आगे बढ़ते जाएंगे। കാരണം അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. और उन्होंने स्वतंत्रता की घोषणा कर दिया है। ഓരോ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുകയാണ്. और हर एक देश के लोगों को अपनी स्वतंत्रता है और उस आजादी को वो पूरा पूरा इस्तेमाल करते हैं। നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? और तुम्हारे आत्मिक जीवन में भी प्रभु ने दी हुई आजादी है, और उस आजादी को कितने लोग आनंद लेते हैं, वो लोग प्रभु को धन्यवाद करेंगे। സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. और स्वतंत्रता का अनुभव करना ही एक बहुत बड़ा अनुभव है। ഗ്രേറ്റ് ജോയ് ആണ്, മഹാസന്തോഷമാണ്. और वो बड़ी खुशी की बात है। वो ഒരു മിനിറ്റ് ഒരാളുടെ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്, അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമാണ്. और एक व्यक्ति को प्रभु का सुसमाचार सुनाने के बाद हमारे जीवन में जो आनंद मिलता है, वो इस आजादी का लक्षण है। കഴിഞ്ഞ കാലങ്ങളുള്ള നമ്മുടെ സുവിശേഷ വേദിയിലോട്ട്, നമ്മുടെ കഴിഞ്ഞകാല ആത്മജീവിതത്തിലോട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകതയാണ്. और हमारे जीवन की सेवकाई को मुड़कर देखेंगे, हमारे जीवन को मुड़कर देखेंगे, ऐसा कोई अनुभव अगर हमारे जीवन में आया है तो मसीही में जो आजादी प्रभु ने हमें दिया है, उसके द्वारा हमें आनंद मिला है। ലവ് ആൻഡ് ഹോപ്പ് മിനിസ്ട്രീസിനെ കർത്താവ് ഇന്ത്യയിൽ നിങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ യഹോവയുടെ അഭിഷേകം കഴിഞ്ഞ നാളുകളെക്കാളുപരി പുതിയ തലമുറയിലേക്ക് ദൈവം നടത്തട്ടെ എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. और लव एंड होप कांग्रेगेशन की सेवकाई को परमेश्वर अपनी आत्मा की अगुवाई के द्वारा आने वाले दिनों में बड़ी उन्नति की ओर ले जाने के लिए दिल से मैं प्रभु से दुआ करता हूं। സ്വാതന്ത്ര്യം നിങ്ങളുടെ പ്രവർത്തനത്തിനും മിനിസ്ട്രിക്കും നിങ്ങളുടെ കർത്താവിന്റെ വേലക്കാരുടെ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ 3-ാം ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെല്ലാം നിങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഒരുക്കിയാലും, ആരെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങൾ നീണ്ടാലും, ആരെല്ലാം നിങ്ങൾക്കുള്ള നന്മകളെ തടഞ്ഞു വെച്ചാലും അവയ്ക്കൊന്നും സ്ഥാനമില്ല. അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുന്നതിനാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. और परमेश्वर ने जो स्वतंत्रता हमें दिया है मसीही जीवन में, और जो उस स्वतंत्रता के द्वारा हम आगे बढ़ते जाएंगे, कोई भी प्रकार की रुकावट हो या कोई भी प्रकार की जो है तंगी हो, उसमें बाधा नहीं लाएगा। परमेश्वर का अभिषेक हमें आगे बढ़ने के लिए मदद सहायता करता जाएगा। കാട്ടത്തിയുടെ ചുവട്ടിലിരുന്ന നദനേലിന്റെ മേൽ ഫ്രീഡം ഇറങ്ങിയപ്പോൾ, സ്വാതന്ത്ര്യം വന്നപ്പോൾ അവൻ ആളുമാറി. കാട്ടത്തിയുടെ മുകളിലുള്ള സക്കായി കർത്താവിന്റെ സന്തോഷം അവന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറി. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ഹാപ്പിനെസ് വരുമ്പോൾ, പ്രവർത്തനങ്ങളും മിനിസ്ട്രിയും വേലയും ദൈവസഭവും കുടുംബവും എല്ലാം ഏറെ 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 അനുഗ്രഹം പ്രാപിച്ച് യഹോവയുടെ അഭിഷേകത്തിന്റെ പ്രവൃത്തിയിലേക്ക് നടന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് അവർ മുന്നേറുകയാണ്.
और जैसे उस गुल्लर के पेड़ के नीचे बैठे हुए नथनएल के जीवन में प्रभु का भेंट हुआ, और जो है गुल्लर के पेड़ के ऊपर चढ़ा हुआ जो जक्कई के साथ प्रभु का भेंट हुआ, जब उन्होंने अपने जीवन में प्रभु की स्वतंत्रता आजादी को अनुभव किया, एक बड़ी आनंद और खुशी जैसे उनके जीवन में अनुभव हुआ, हमारे जीवन में भी ऐसी आजादी और ऐसी खुशी महसूस करने के लिए परमेश्वर इन दिनों में हमें अभिषेक करे और अपनी योजना को हमारे जीवन में पूरी करने पाए। ഈ ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോടുള്ള ഒരു ആലോചനയും കൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. और परमेश्वर के वचन के संबंध में आप लोगों को परमेश्वर की एक वाणी, एक वचन मैं देना चाहूंगा और उसके साथ मेरे वचन की सेवकाई को समाप्त भी करना चाहूंगा. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 25 വർഷം 28 വർഷമായി പല രാജ്യങ്ങൾ സന്ദർശിപ്പാനും പല രാജ്യങ്ങൾ യാത്രകൾ ചെയ്യുവാനും വ്യത്യസ്ത നിലകളുടെ ശുശ്രൂഷകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ശുശ്രൂഷിപ്പാനും ദൈവം ഇതുവരെ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. और मेरे जीवन का अनुभव है, पिछले 28 साल में कई प्रकार की सेवकाइयों को निभाने के लिए परमेश्वर ने मुझे सामर्थ्य बनाया है, और कई देशों में जाकर विभिन्न प्रकार की सेवकाई में अगुवाई करने के लिए, पूरा करने के लिए परमेश्वर मुझे मदद और सहायता करते आ रहा है. ഞാൻ ദൈവം നൽകിയ അസാധാരണ അനുഭവങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു മാർമിക വചനവും ഒരു അരുളപ്പാടും കൂടെ പറഞ്ഞ് എന്റെ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. और मेरे बारे में, अनुभव के बारे में बताने से पहले परमेश्वर तुम लोगों से क्या चाहता है, उस बात, उस भेद को तुम्हारे सामने प्रकट करने के बाद मैं इन वचनों को जल्दी समाप्त करूंगा. 61 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും, പരദേശക്കാർ നിങ്ങൾക്ക് ഉഴുവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. और यहाँ पर उसके 5वें वचन में हमने पढ़ा, परदेशी तुम्हारी भेड़ बकरियों के साथ खड़े रहकर उनको चराएंगे, तथा परदेशी लोग तुम्हारी खेती और दाख की बारी की देखभाल करेंगे. ദൈവത്തിൽ നിങ്ങളുടെ മേലുള്ള മിഷൻ ദൗത്യത്തെ പൂർത്തീകരിപ്പാൻ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അന്യജാതിക്കാരുടെ ഇടയിൽ നിന്നും പരദേശികളുടെ ഇടയിൽ നിന്നും ദൈവം നന്മയുടെ വാതിൽ തുറക്കുവാൻ പോവുകയാണ്. और ऐसा वचन परमेश्वर का तुम्हारे लिए है, परदेशी लोग और जो लोग अन्य जाति के लोग हैं और अन्य लोग हैं, ऐसे लोगों के सामने प्रभु तुम्हारी सेवकाई को बढ़ाएगा और इस संस्था को बढ़ाएगा परमेश्वर. അനവധി ഉഴവുകാരി മുന്തിരിത്തോട്ടക്കാരി കർത്താവ് നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നൽകാൻ പോവുകയാണ്. और कई प्रकार के मेहनत करने वाले रखवाले और अगुए गणों को परमेश्वर तुम्हें देकर रहेगा. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനവധി പരദേശികളെ പോലെയുള്ള പരദേശക്കാർ നിങ്ങളുടെ ഉടമകളായി തീരാൻ പോകുന്നു. അനവധി ആളുകൾ മുന്തിരിത്തോട്ട അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകി മിഷൻ ദൗത്യങ്ങളെ പൂർത്തീകരിക്കാൻ പോകുന്നു. അനവധി അന്യജാതിക്കാർ ആട്ടിൻ കൂട്ടങ്ങളുടെ മേയ്ക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി വേദനിക്കപ്പെടുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആത്മാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആത്മനിയോഗം പ്രാപിക്കുക. ശുശ്രൂഷകന്മാർ, ദൈവജനം ഒരു നിമിഷം കരങ്ങളെ അടിച്ച് അല്പസമയം ഈ ആത്മനിയോഗം നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രാപിക്കുക. നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഉഴവുകാർ വരട്ടെ. മുന്തിരി തോട്ടങ്ങളുടെ നന്മകൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ പ്രവർത്തനത്തിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. അന്യജാതിക്കാരെ അവൻ നിയമിക്കട്ടെ, വേലക്കാരെ അവൻ കൊണ്ടുവരട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. और परमेश्वर की आत्मा के प्रेरणा के द्वारा मैं कहूंगा, अनेक परदेशी लोग, अन्य भाषाएं बोलने वाले लोग, अन्य जाति और गोत्र के लोगों के सामने परमेश्वर तुम्हारे लिए द्वार खोलेगा और परमेश्वर तुम्हारे द्वारा अपनी महिमा को प्रकट करेगा. प्रभु अपनी स्वतंत्रता, आजादी उनके जीवन में भेजेगा और इस संस्था की उन्नति परमेश्वर कराएगा. ये परमेश्वर का जो है वचन है तुम लोगों के लिए. 2006 ഞാൻ യുകെയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉന്നതമായ നിലയിൽ ജോലിയിൽ ഞാൻ പ്രവേശിച്ചു. और 2006 में यूके
वहां के एक यूनिवर्सिटी में एक अच्छे नौकरी में मैंने प्रवेश किया। ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആ സമയത്ത് 2006 മെയ് മാസം ഞാൻ പ്രവേശിച്ചപ്പോൾ ഏകദേശം മണിക്കൂറിന് $50 സാലറി ഉണ്ടായിരുന്നു. और जब मैं पहली बार मेरे नौकरी में प्रवेश किया उस यूनिवर्सिटी में लगभग 1 घंटे में $50 मुझे उस जमाने में 2006 में मिलता था। ഒരു മണിക്കൂറിന് $50 സാലറി നല്ല ഹൈ സാലറിയാണ്. और 1 घंटे का $50 तनख्वाह एक बड़ी अच्छा तनख्वाह है। പാർട്ട് ടൈം അവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കി ഫുൾ സമയം കർത്താവിന്റെ വേലയിൽ തന്നെയാണ്. और पार्ट टाइम का नौकरी मैं वहां पर करता हूं, बाकी का समय मैं फुल टाइम सेवकाई में प्रभु का सेवकाई करता हूं। അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ 10-25 ലക്ഷത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ പണം വരുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത് ഞാൻ എടുത്തു. और जो है जब मैं वहां पर नौकरी कर ही रहा था उसके साथ साथ मैंने आगे की पढ़ाई भी किया। लगभग 25 लाख खर्चा मैंने उस समय में किया था। പക്ഷേ എന്റെ പാർട്ട് ടൈം ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2010 പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. और जब मेरा पार्ट टाइम का नौकरी आगे बढ़ रहा था 2010 में परमेश्वर की आत्मा ने मुझे बताया। അഭിഷേകത്തിന് 3-ാം ലെവലിൽ യഹോവ എന്നോട് ഇടപെട്ടു. और अभिषेक के तीसरे स्तर में प्रभु की आत्मा ने मुझसे बातचीत की। സ്വാതന്ത്ര്യം എന്നുള്ളത് ഞാൻ ഇന്ന് പ്രസംഗിച്ചതുപോലെ തന്നെ ദൈവം ഇടപെടാൻ തുടങ്ങി. और जैसे आजादी के बारे में मैंने प्रचार किया उसी प्रकार परमेश्वर की आत्मा ने मुझसे बातें किया है। ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചു തന്നെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. और परमेश्वर की अगुवाई के अनुसार मैंने उस मेरी नौकरी को मैंने रिजाइन कर दिया। എന്റെ വൈഫ് ഒന്ന് ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വൈഫിന്റെ ജോലി ഒരു ട്രസ്റ്റ് തന്നെയാണ്. വെസ്റ്റേൺ കൺട്രീസ് ഒന്ന് വലിയൊരു സഹായം തന്നെയാണ്. ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഞാൻ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിന്നെയും മുന്നോട്ട് പോവുകയാണ്. और मेरी पत्नी एक नौकरी करती है और उनके भरोसे जो है मैंने मेरी नौकरी से रिजाइन कर दिया और पूर्ण समय प्रभु की सेवकाई के लिए मैं अपने आप को समर्पित कर दिया। 3-ാമത്തെ മാസം അവിചാരിതമായി എന്റെ ഭാര്യ സഹോദരന്റെ ജോലി നഷ്ടപ്പെട്ടു. और साल के तीसरे महीने अचानक ही मेरी पत्नी की नौकरी भी जो है छूट गई और उन्हें नौकरी नहीं था। ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പാണ് 2010 സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ സ്വാഭാവികമായി ഒരു വരുമാനമില്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിലോട്ട് കൊണ്ടുപോയി. വാടക വീട്ടിൽ താമസിക്കുന്നു, വാടക പോലും കൊടുക്കാൻ കഴിയാത്ത, ചുരുക്കി പറഞ്ഞാൽ പിള്ളേർക്ക് പാല് പോലും മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ഞാൻ പോയി ചെല്ലുവാനിട വന്നു. और आज से लगभग 10 साल पहले की बात मैं बोल रहा हूं। एक भाड़े किराए के मकान में हम रहते हैं और पत्नी की नौकरी भी छूट गई। हम घर का भाड़ा भी नहीं दे सकते और हमारे बच्चों के लिए दूध भी हम ले नहीं सकते। ऐसी परिस्थिति में हम आ पहुंच गए। ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അഭിഷേകത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വാല്യൂ ഉണ്ട്. എടുത്ത തീരുമാനത്തിൽ പുറകോട്ട് പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഞാൻ ബൈബിൾ പഠനത്തിന് വേണ്ടി ബൈബിൾ കോളേജിന്റെ ആരംഭത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഒരു ചെറിയ ട്രെയിനിങ് സെന്റർ തുടങ്ങി. ആദ്യമായി 4-5 മലയാളി വിദ്യാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്തു. और ऐसा हुआ कि परमेश्वर में जो मैंने निर्णय लिया है उसमें से मैं पीछे नहीं हटूंगा, ऐसा मैंने ठान लिया था। और एक बाइबल कॉलेज सेंटर मैंने जो है ट्रेनिंग सेंटर मैंने शुरू किया था। शुरुआती का समय था लगभग 4 या 5 मलयालम विद्यार्थी लोग जो है बाइबल के पढ़ाई के लिए वहां पर आया करते थे। കുറച്ച് ആളുകളൊക്കെ പറഞ്ഞൊരു മലയാളി തുടങ്ങിയൊരു സ്ഥാപനം, മലയാളിയുടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇവിടെ കൊണ്ടൊക്കെ അവസാനിക്കുമെന്നൊക്കെ എഴുതിയ പല ആളുകളും ഉണ്ടായിരുന്നു. और बहुत लोगों ने हमें देखकर बोला कि एक मलयाली व्यक्ति ने ये शुरू किया है, ये ज्यादा लंबा नहीं चलेगा, कुछ समय का ये मेहमान है, बाद में सब बंद हो जाएगा। പക്ഷേ എന്റെ അകത്ത് കിടന്ന ഹൃദയത്തിലെ ആഗ്രഹം അസാധാരണത്വമുള്ളതായിരുന്നു. लेकिन मेरे अंदर जो इच्छा थी वो बिल्कुल असाधारण था। പല ഭാഷകളിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് പോകണം, പല ഭാഷക്കാരെ പഠിപ്പിക്കാൻ സാധിക്കണം, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും ഇവൻ യൂണിവേഴ്സിറ്റി അംഗീകാരം വരെയുള്ള ഒരു സ്ഥാപനമായി ഇത് വളർന്നു വരണം. അനവധി വേലക്കാരെ വാർത്തെടുക്കണം, അനവധി സഭകളിൽ മുഖാന്തരം സ്ഥാപിക്കപ്പെടണം എന്നുള്ളതും ഒരു കടുത്ത തീരുമാനത്തിന് ഉടമയായി തന്നെയാണ് എന്റെ ജോലി റിസൈൻ ചെയ്തതും കർത്താവിന്റെ വേലയിൽ ഞാൻ മുൻപോട്ട് ശക്തനായി മുന്നോട്ട് പോയത്. എന്നാൽ എന്റെ ഭാര്യയുടെ ജോലി നഷ്ടപ്പെട്ടു. ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ നിന്ന് പ്രാർത്ഥിച്ച ദൈവം പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ ഒരിക്കലും അവൻ ഉപേക്ഷിക്കുകയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഓടിച്ചു പറയാം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, അസാധാരണത്വങ്ങൾ ചെയ്തു. 200-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്നു. എത്രയോ ഭാഷക്കാരെ വിദ്യാർത്ഥികൾ പഠിച്ച് ഗ്രാജുവേറ്റ് ആയിരിക്കുന്നു.
യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും സഭകളുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, UK, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സഭകൾ സ്ഥാപിപ്പാൻ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. എന്തിൽ ഞാൻ ആശ്രയിച്ചുവോ ആ ബോണ്ടേജ് അഴിഞ്ഞു മാറിയപ്പോൾ എന്നിൽ ദൈവം സ്വാതന്ത്ര്യം നൽകി അത്ഭുതങ്ങൾ ചെയ്തു. ഇത് നിങ്ങളുടെ ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ വിശ്വസിക്കണം. എന്തിൽ നിങ്ങൾ ചവിട്ടുന്നുവോ, എന്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുവോ അത് ബോണ്ടേജ് ആണെങ്കിൽ അഴിഞ്ഞു മാറുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അസാധാരണമായ ഒരു മിനിസ്ട്രി നിങ്ങൾ സംഭവിക്കും. और पिछले 10 साल से परमेश्वर की सेवा में निभा रहा हूं. जैसे मेरी दिल की चाहत और प्रार्थना थी, कई भाषाएं बोलने वाले बच्चे आज हमारी यूनिवर्सिटी में, कॉलेज में आकर पढ़ते हैं. और कई चर्चेस UK में, दुबई में, गल्फ कंट्रीज में परमेश्वर ने हमें दिया है. और जैसे मैं परमेश्वर के उस वचन में दृढ़ बना रहा, अपने निर्णय में बना रहा, परमेश्वर मेरी बंधुआई को तोड़कर जो है मुझे पूर्ण स्वतंत्रता की ओर बढ़ाया, मेरी सेवकाई को बढ़ाया. वैसे ही तुम्हें तुम्हारे जीवन में भी परमेश्वर करेगा. ഇന്ന് ഞാൻ ഫുൾ ടൈം കർത്താവിന്റെ വേലയിലാണ്. ഞാൻ മാത്രമല്ല, കുടുംബമായും കൂടെയുള്ള പല പ്രവർത്തകരും ഫുൾ ടൈം സുവിശേഷ വേല ചെയ്യുന്നവരാണ്. പ്രവർത്തനങ്ങളെല്ലാം ദൈവം ഉയർത്തി, സഭകളെല്ലാം ദൈവം നൽകി, വിദ്യാർത്ഥികളെ ദൈവം നൽകി, എത്രയോ വഴികൾ ദൈവം മാറ്റി. അത്ഭുതങ്ങൾ ചെയ്യുമാർ രാജ്യങ്ങളെല്ലാം ദൈവസഭകളെ നൽകി. ഇനിയും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. കാരണം അഭിഷേകത്തിന്റെ 3ാം ലെവൽ എന്ന് പറഞ്ഞാൽ പരിമിതികൾക്കപ്പുറം എന്നുള്ളതല്ല, അസാധാരണത്വത്തിനുടമയാക്കുവാൻ പരിശുദ്ധാത്മാവ് ലവ് ആൻഡ് ഹോപ്പ് എന്ന ഈ മിനിസ്ട്രിയെ കുറിച്ചും ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളിൽ ചിലർ ഇന്ന് പകൽക്കാലം തട്ടി ഉണർത്തപ്പെടുക, എഴുന്നേൽക്കുക, ധൈര്യസമേതം എഴുന്നേറ്റ് നിന്ന് പ്രയോജനപ്പെടുക. ഇന്ത്യയുടെ മഹാരാജ്യത്തിൽ അസാധാരണമായ ഒരു ശുശ്രൂഷ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ലോകത്തിന്റെ ചുവൻകരകളിലേക്കും ദൈവത്തിന്റെ പ്രയോജനമാകുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ഒരൊഴുക്ക് സംഭവിക്കട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധത്തിലേക്ക്, ഒരാത്മപ്രവാഹത്തിലേക്ക് തന്റെ വേലക്കാരെ, ശുശ്രൂഷകളെ, നേതൃത്വങ്ങളെ, ദൈവജനങ്ങളെ ദൈവം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം നൽകിയ വചനം കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഗോഡ് മേ ബ്ലസ് യു. എല്ലാവിധ ആശംസകളും ലവ് ആൻഡ് ഹോപ്പ് മിനിസ്ട്രീസിന് നൽകുകയാണ്. പ്രധാനമായും പാസ്റ്റർ MC തോമസ് തുടങ്ങിയ സഹപ്രവർത്തകർ, തന്റെ കൂടെയുള്ള ദൈവജനങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിൽ വന്ദനം ചൊല്ലുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് അവിടുന്ന് പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് അവിടുന്ന് പ്രാർത്ഥിക്കാം. और सभी लोग अपनी आंखों को बंद करेंगे, हम परमेश्वर से प्रार्थना करेंगे. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവ്, ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഭിഷേകത്തിന്റെ പല അളവുകളിലേക്ക് ദൈവം ഈ മിനിസ്ട്രി കൂട്ടായ്മയും അവരുടെ ജീവിത അനുഭവങ്ങൾ ദൈവം വളർത്തിക്കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കും. കർത്താവ് 1ാം ലെവൽ കഴിഞ്ഞ് 2ാം ലെവൽ കഴിഞ്ഞ് 3ാമത്തെ ലെവലിലേക്ക് അഭിഷേകത്തിന്റെ പർപ്പസിലൂടെ തന്നെ നീങ്ങുവാനിട വരണം. ഒരു കാരണവശാലും ലക്ഷ്യം തെറ്റിപ്പോകാനിട വരരുത്. ഈ ആരംഭത്തിലെയും ഈ കാലയളവുകളിലെയും കർത്താവ് ഈ ശക്തിയും ബലവും ലക്ഷ്യത്തിൽ നിന്ന് കർത്താവെ മുന്നോട്ട് ഇനിയും പോകുവാൻ ഒരിക്കലും ദാരിദ്ര്യമോ പ്രയാസമോ പ്രതിസന്ധികളോ പരാജയങ്ങളോ ഒന്നും കർത്താവെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുവാനിട വരരുത്. അഭിഷേകത്തിന്റെ പർപ്പസ് ദൈവം ചെയ്ത് പൂർത്തീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, ഇതിന്റെ എല്ലാ നേതൃത്വങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. ഈ സമയം കർത്താവ് UK നിന്നും കടന്നു ചേരുവാനും ശുശ്രൂഷിപ്പാനും ദൈവം സഹായിച്ചല്ലോ. എല്ലാ മംഗളങ്ങളും നേർന്ന് അത്ഭുതകരമായ അടുത്ത ദിവസങ്ങളിൽ കർത്താവെ ഈ പ്രവർത്തനത്തിന്റെ ഈ സഭയുടെയും ശുശ്രൂഷയുടെ വളർച്ചയും നന്മകളെയും കാണുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കിയാട്ടെ. അനേകരുടെ ബന്ധനങ്ങൾ ഇന്ന് പകൽ അവിടുന്ന് അടിച്ചു മാറ്റിയതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അനേക ശുശ്രൂഷകന്മാരുടെ ബന്ധനങ്ങൾ അടിച്ചു മാറി, അനേക സഹോദരി സഹോദരങ്ങളുടെ ബോണ്ടേജുകൾ ഇന്ന് പകലടിഞ്ഞു മാറി ലക്ഷ്യത്തിലേക്ക് ദൈവം അവരെ പണിയുന്നതിനാൽ അവരുടെ കുടുംബങ്ങളുടെ ഭാരങ്ങൾ വിട്ടുമാറി, അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വിട്ടുമാറി അവരുടെ ലക്ഷ്യത്തിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്
അവരെ എത്തിച്ച് ഇരട്ടി ശക്തിയോടുകൂടെ എഴുന്നേറ്റ് പ്രകാശിച്ച് ഉണർത്തപ്പെട്ട് ധൈര്യസമേതം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രണിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുമാർ സധൈര്യം മുന്നോട്ട് കൃപ അതിശക്തമായി പകരപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനകൾ കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. ദൈവം എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you so much. हालेलुया, 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 हालेलुया। धन्यवाद, 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 धन्यवाद। परमेश्वर को धन्यवाद देते, प्रभु को धन्यवाद देते, प्रभु को धन्यवाद देते। हालेलुया। आज हालेलुया हमारे एनुअल कन्वेंशन के दूसरा दिनों में हालेलुया प्रभु के दास के द्वारा सुनाया गया हालेलुया इस वचन के लिए हम प्रभु को धन्यवाद देते हैं। हालेलुया। हमसे आज व्यक्तिगत रूप में हमसे हर एक से आज बातें करने के लिए हम परमेश्वर को धन्यवाद देते हैं। हालेलुया, हालेलुया। आदरणीय हालेलुया परमेश्वर के दास रेवरेंड बिनोय अब्राहम जी को हम लव एंड होप के सारे लोगों के तरफ से हम आपको धन्यवाद देते हैं। प्रभु को आशीष करे, अनुग्रह करे। हालेलुया। अनुवाद करने वाले हल्ले सजी कुंदुड़े के लिए हम प्रार्थना करते हैं, प्रभु उनको भी आशीष करे। हालेलुया। प्रियो, आज बहुत बड़ा एक अभिषेक का, एक अभिषेक का हालेलुया एक जो वचन है हमारे बीच में मिला हुआ है। हालेलुया, हालेलुया। वहां पर कहते हैं हालेलुया प्रभु यहोवा का आत्मा मुझ पर है, क्योंकि यहोवा ने सुसमाचार सुनने के लिए मेरा अभिषेक किया है। हालेलुया। बहुत सुंदर सा वचन। और हालेलुया, और किए इसलिए भेजा कि खेदित मन वालों को, हर लोगों को शांति दो कि और बंदियों के लिए हालेलुया स्वतंत्रता और कैदियों के लिए छुटकारे का प्रचार करो। आज अभिषेक के बारे में, उनका 3 स्तर के बारे में बहुत अच्छी तरह से हालेलुया समझने के लिए प्रभु ने हमें सहायता की है। हालेलुया। उन्होंने जब अपने अनुभव से बताया, जब वो तीसरा स्तर पर जब वो पहुंच गए, हालेलुया उनके जिंदगी का प्रयास, उनके जिंदगी का प्रतिकूल किसी बात को उनको देखना नहीं पड़ा, क्योंकि परमेश्वर ने तीसरे स्थान पर वो जो स्वतंत्रता है, वो जो पूरी तरीके से आजादी है, वहां तक उनको लेके गए। हालेलुया। और हमारे लोगों ने प्रार्थना किया, हमारे लव एंड होप के लिए उन्होंने हालेलुया अच्छे एक आलोचना हमको दिया। इसलिए प्रियो, आने वाले दिनों में हमें पहला स्तर छोड़कर, दूसरा स्तर छोड़कर तीसरा स्तर पर, तीसरा लेवल पर हमें ले जाना है। हालेलुया। इसके लिए हमें प्रार्थना पूर्ण रहना है। प्रभु से हम प्रार्थना करेंगे, हम जितने भी परमेश्वर के दास और दासी है हालेलुया, हमें वहीं पर नहीं, हमें और आगे बढ़ना है। हालेलुया। आइए, सुंदर से वचन के लिए धन्यवाद। मैं विश्वास करता हूं जितने भी लोग आज इस वचन को सुना है, प्रभु सबको आशीष किया है। इस वचन आप सारे लोगों को प्रभु ने छुआ है, व्यक्तिगत रूप से मुझे भी इस वचन ने छुआ है। हालेलुया। हम प्रार्थना करेंगे प्रभु के दास के लिए, उनका मिनिस्ट्री के लिए, उनका परिवार के लिए, देश और विदेश में कहां पर उनका सेवा है, सारे सेवा के लिए हम प्रार्थना करेंगे। हालेलुया। आने वाले दिनों में प्रभु उनको आशीष करे। और जितने भी लोग आज इनसे जुड़े हैं, जितने लोगों ने वचन को सुना है, उनके लिए भी प्रार्थना करेंगे। आज का प्रार्थना सारे लोगों को आशीष और अनुग्रह का कारण बने। और आने वाले दिनों का मीटिंग के लिए प्रार्थना करेंगे, पास्टर जी के सारे सेवकों के लिए प्रार्थना करेंगे। हालेलुया। जुड़े हुए सारे लोगों के लिए प्रार्थना करेंगे। हालेलुया। और इन सब के लिए प्रार्थना करेंगे। और आखिरी का प्रार्थना और आशीर्वाद भी बोलेंगे। हालेलुया। उस व्यक्ति के लिए, जिस व्यक्ति के लिए नियुक्त किया गया, पास्टर MC थॉमस जी, उनका नाम लेके उनको बताएंगे। ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു പ്രാർത്ഥിച്ച് നമ്മുടെ പ്രസിഡന്റ് ജോർജ് വർക്കി പാസ്റ്റർ ആശീർവാദം പറയും. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നന്ദിയോടെ 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 സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ ദിവസം കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ അർത്ഥത്തിൽ അങ്ങയുടെ ദാസനിൽ കൂടി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേൾപ്പാനെ ദൈവമേ, ഹല്ലേലൂയ, അടിയങ്ങളെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് കർത്താവേ, ഹല്ലേലൂയ, അത് അനുസരിക്കുന്നവരായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനെ കർത്താവ് അടിയങ്ങളെ എല്ലാം അവിടുന്ന് സഹായിച്ചാട്ട് നന്ദിയോടെ സ്തോത്രം. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം.
ഓ ഗ്ലോറി എന്ന് കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാന് യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഓ ഗ്ലോറി ഹല്ലേലൂയ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ നിയമിച്ചിരിക്കുന്നതിനാലെ ഹല്ലേലൂയ നമ്മുടെ ഉത്തരവാദിത്വം ഹല്ലേലൂയ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്ന അഭിഷേകം ഹല്ലേലൂയ അത് അറിഞ്ഞ് ഹല്ലേലൂയ ആ അഭിഷേകത്തിൽ മുന്നോട്ട് പോകുവാനേ കർത്താവ് ഇന്ന് നിങ്ങളോട് അവിടുന്ന് സംസാരിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഓ ഗ്ലോറി ഹല്ലേലൂയ. തന്നിരിക്കുന്നത് ഹല്ലേലൂയ അഭിഷേകം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മുന്നേറുവാന് ഇന്നടിയങ്ങളെ ഉദ്ബോധിപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ ഗ്ലോറി ഹല്ലേലൂയ. ആ ലക്ഷ്യത്തിൽ തന്നെ അതിലെന്ത് തടസ്സം വന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ ആ തടസ്സങ്ങളെ നോക്കി ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നോട്ട് പോകുവാനല്ല, പിന്നെയോ മുന്നോട്ട് തന്നെ ഹല്ലേലൂയ ദൈവം തന്ന അഭിഷേകം അത് ഹല്ലേലൂയ അത് അറിഞ്ഞ് മുന്നോട്ട് തന്നെ പോകുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടുന്ന് അടികളോടെ ഉത്ബോധിപ്പിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഗ്ലോറി ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഈ ആദ്യ നാളുകളിലെ കർത്താവ് അടിയങ്ങളെ അവിടുന്ന് വീണ്ടും ഓർപ്പിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ദാസനായിരിക്കുന്ന സ്ഥാനങ്ങളിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുവാനേ ദൈവമേ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെ കർത്താവിന്റെ കൃപയിൽ തന്നെ ആയിരിപ്പാനെ അനേകരെ ദൈവമാർഗത്തിലേക്ക് നയിപ്പാനെ അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിപ്പാനെ കർത്താവ് വീണ്ടും അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചാട്ടെ, കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. ഓ ഗ്ലോറി ഹല്ലേലൂയ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. ഓ ഗ്ലോറി ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഇന്ന് അടിയങ്ങളോടെല്ലാം ഇടപെട്ടതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നന്ദിയോടെ സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെ അടിയങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങള് ഹല്ലേലൂയ ഹല്ലേലൂയ അത് മറന്നു പോകാതെ ഹല്ലേലൂയ അതിൽ തന്നെ ഹല്ലേലൂയ അത് ഹല്ലേലൂയ അതിൽ ഹല്ലേലൂയ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുവാനേ കർത്താവ് ഏൽപ്പിച്ചത് ഭംഗിയായി നിവർത്തിപ്പാനെ ഹല്ലേലൂയ എന്റെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ അടിയങ്ങളും അതിൽ ഹല്ലേലൂയ ആയിരിപ്പാൻ കർത്താവേ ഹല്ലേലൂയ അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം പറയുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. അത് ഹല്ലേലൂയ അത് ഹല്ലേലൂയ അത് പരിഭാഷപ്പെടുത്തുവാൻ ഹല്ലേലൂയ സജ്ജിക്കുന്നുള്ള അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എന്തൊക്കെ ഭാഷ രവി നമ്പ്യാരെ കർത്താവ് അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഓ ഗ്ലോറി ഹല്ലേലൂയ. എല്ലാ ഹല്ലേലൂയ ഈ ലവ് ആൻഡ് ഹോപ്പിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ച് പാസ്റ്റർ തോമസ് പാസ്റ്ററെയും ഹല്ലേലൂയ അതിൽ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. വരും കാലങ്ങളിൽ അതിശക്തമായി ഹല്ലേലൂയ മുന്നേറുവാൻ വേണ്ട ദൈവിക ദൂത് ഇന്ന് കർത്താവ് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ നാമം ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വപ്പെടുത്തിയതിനാൽ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഗ്ലോറി ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഉത്തരം നൽകിയതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തില് അതിവിനീതമായി അപേക്ഷിക്കുന്ന കൃപ ഒന്ന് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രത്യേകാല വചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും നമ്മുടെ ഈ കോൺഗ്രിഗേഷനോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 ഹല്ലേലൂയ. 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 Praise Lord. Praise Lord.